സ്ക്രീൻ കാണാലോ അല്ലേ? ഹലോ. Yes, miss. Okay. അപ്പോൾ we shall begin. Okay, so നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. Now we will begin with the next set of questions. Identify the air pollutant in urban areas which irritates eyes and also respiratory tract of human beings. So you are given the options: particulate matter, oxides of nitrogen, surface ozone, and carbon monoxide. Any idea? Urban areas, you have to identify the air pollutant which in urban areas, okay, which causes eye irritation and also causes respiratory infection. So the choices: particulate matter, oxides of nitrogen, surface ozone, carbon monoxide. The answer is surface ozone. Okay, surface ozone is the answer. അപ്പോൾ നമുക്ക് ഒരു പക്ഷേ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ അല്ലെങ്കിൽ particulate matter എന്ന് തോന്നാം, but actually surface ozone is the correct option. Okay, because surface ozone is actually a secondary pollutant, and it causes irritation to the eyes. So the answer is surface ozone. Now next, which of the following is the largest source of water pollution in major rivers of India? നമുക്കറിയാം ഇന്ത്യയിലുള്ള മേജർ റിവേഴ്സ് എല്ലാം പൊല്യൂട്ടഡ് ആണ് അല്ലേ? So you have to identify what are the sources of pollution. What are the sources of pollution in the sense largest source of pollution. മനസ്സിലായില്ലേ? അതല്ലാതെ ഈ 4 ഓപ്ഷനും പൊല്യൂട്ടൻസ് ആണ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ഇന്ത്യ, വാട്ട് ഈസ് എ മേജർ സോഴ്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ? അൺട്രീറ്റഡ് സീവേജ് ആണോ, അഗ്രികൾച്ചറൽ റൺ ഓഫ് ആണോ, അൺറെഗുലേറ്റഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഓർ റിലീജിയസ് പ്രാക്ടീസസ്? ക്യാൻ യു സേ എനിവൺ? ഏതായിരിക്കാമെന്ന് ഊഹിക്കാമോ? നിങ്ങൾ ഒരു രണ്ട് സെഷൻ കഴിഞ്ഞില്ലേ, ഇനി കുറച്ചും കൂടെ ഒക്കെ റെസ്പോണ്ട് ചെയ്യണം. ക്വസ്റ്റ്യൻസ് ഒക്കെ ഏകദേശം ഒരു സിമിലർ പാറ്റേൺ ആണ്. അപ്പൊ ഇപ്പൊ ഒരു ധാരണ കിട്ടിക്കാണൂലേ എന്തൊക്കെയാണെന്നുള്ളത്? ഓക്കെ, എനിവൺ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. അതായത് അധികം കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല, നിങ്ങൾക്ക് ഒന്ന് തിങ്ക് ചെയ്താൽ യു വിൽ ബി ഗെറ്റിംഗ് ദി ആൻസർ. ഞാൻ പറഞ്ഞില്ല എല്ലാം ഒന്നും നമുക്ക് പഠിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല, കുറച്ചൊക്കെ നമ്മുടെ ആ ഒരു കോമൺ സെൻസ് വെച്ച് നമുക്ക് മാർക്ക് ചെയ്യാം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സോഴ്സസ്, ഏറ്റവും മേജർ ആയിട്ടുള്ള സോഴ്സ് ഏതായിരിക്കും? സീവേജ് ആണോ, അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് ആണോ, റിലീജിയസ് പ്രാക്ടീസസ് ആണോ, അതോ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് പൊല്യൂഷൻ ആണോ? അറിയില്ല. ഓക്കെ, സോ ദി ആൻസർ ഈസ് അൺട്രീറ്റഡ് സീവേജ്. അൺട്രീറ്റഡ് സീവേജ് അല്ലേ? ബിക്കോസ് സീവേജ് ആണ് ഏറ്റവും കൂടുതലായിട്ട് untreated ആയിട്ടുള്ള സീവേജ്. ഇൻ ദ സെൻസ് if it is treated and released, it's okay, but when you are not treating it and if you are directly releasing it in the water bodies, then it becomes a source of major pollution. Okay, so sewage and as well as effluents from the industries should be primarily treated before you can actually dispose it into the water systems. Okay, now next is sustainable development goals have specific targets to be achieved by which year? ഇതും കുറെ പാറ്റേണില് ക്വസ്റ്റ്യൻ മോഡലില് ചോദിച്ചിട്ടുള്ളതാണ്. എനി ഐഡിയ? സസ്റ്റൈനബിൾ SDGs shall be achieved by 2030. Yes, correct, 2030. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ബിക്കോസ് കുറെ ക്വസ്റ്റ്യനില് ഇത് കണ്ടുവരുന്നുണ്ട്. 2030 SDGs. Okay, now next is Indian government's target of producing power from biomass by the year 2022 is. So the options are given: 50 megawatt, 25 megawatt, 15 megawatt, and 10 megawatt. But actually, all the options are wrong. Okay, the correct answer is 10 gigawatt.
മനസ്സിലായില്ലേ? അപ്പൊ ഇതിങ്ങനെ വരാം, ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഓപ്ഷൻസ് തെറ്റായിട്ട് വരാം, പക്ഷേ നിങ്ങളത് മാർക്ക് ചെയ്യാതെ പോരുത്. യു ഹാവ് ടു മാർക്ക് ഇറ്റ് എനിവേ, അല്ലെ? നിങ്ങൾ എല്ലാവരും മാർക്ക്, ബിക്കോസ് നെഗറ്റീവ് ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും നിങ്ങൾ എല്ലാവരും മാർക്ക് ചെയ്യുമായിരിക്കും എല്ലാ ഓപ്ഷൻസും, അല്ലെ? ബിക്കോസ് ദർ ഇസ് നോ നീഡ് ടു വെറി, നമുക്ക് ടെൻഷൻ ആവേണ്ട ഒരു കാര്യമില്ല, ബിക്കോസ് ദർ ഇസ് നോ നെഗറ്റീവ് മാർക്ക്. സോ പിന്നെ ഇതുപോലെ ഒരു കൺഫ്യൂഷൻ വരുമ്പോൾ മാർക്ക് ചെയ്യാതിരിക്കരുത്. അറ്റംപ്റ്റ് ചെയ്താൽ യു വിൽ ബി ഗെറ്റിംഗ് മാർക്സ്. Okay, attempt any of the options which you find almost approximately correct, and you do mark the thing afterwards. If it is found to be if the options if all the options are found to be wrong, then they will be actually giving you the marks. Okay, so here is another example of such a question. The options are given, the 4 options are given, but none of them is correct. Actually, the answer is 10 gigawatt. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനത്തെ വാല്യൂസ് ഒക്കെ നിങ്ങൾ അപ്ഡേറ്റഡ് ആയിരിക്കണം കേട്ടോ. ഇത് കുറച്ച് മുന്നത്തെ, ഞാൻ പറഞ്ഞില്ലേ, പ്രീവിയസ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇപ്പൊ നിങ്ങൾ ഒന്നും കൂടെ ചിലപ്പോ ഒന്ന് ഗൂഗിൾ ചെയ്ത് അപ്ഡേറ്റഡ് ആയിരിക്കണം. അപ്പൊ ഞാൻ അത് നോക്കിയിട്ട് അപ്ഡേറ്റഡ് ആണ്. എന്നാലും നിങ്ങളുടെ എക്സാം ടൈമിൽ എനിവേ യു ഹാവ് ടു ഗോ ത്രൂ ഇറ്റ് വൺസ് മോർ, ഇങ്ങനത്തെ വാല്യൂസ് ഒക്കെ, ബിക്കോസ് ഡേ ബൈ ഡേ ഇത് ചേഞ്ച് വരാം. അപ്പോൾ നമ്മൾ ആ ഒരു ടൈം വരെയും യു ഷുഡ് ബി അപ്ഡേറ്റഡ് റിഗാർഡിംഗ് ദീസ് വാല്യൂസ്. അല്ലാതെ വേറെ ഉള്ള ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ഒന്നും മാറില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ വാല്യൂസ് ഇപ്പൊ 2030 നമ്മുടെ സോളാർ പവർ അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി സോഴ്സസ് എത്രത്തോളം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും എന്നുള്ള പെർസെൻറ്റേജ്, അങ്ങനത്തെ അല്ലേ? ഓക്കെ, അങ്ങനത്തെ പെർസെൻറ്റേജ്. പിന്നെ ഇതുപോലത്തെ വാല്യൂസ്, കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ എത്ര പെർസെൻറ്റേജ് ആണ് അറ്റ്മോസ്ഫിയറിൽ ഉള്ളത്, അപ്പൊ അതൊക്കെ ഇതുപോലെ വാല്യൂസ് ഒക്കെ അപ്ഡേറ്റഡ് ആയിട്ട് ഉണ്ടാവണം. ഓക്കെ, ഇനി അസേർഷൻ റീസണിംഗ് ആണ്. Conserving our soil resources is critical to human survival is the assertion or the statement, and the reason for it is given as soil is home to many microorganisms and contains minerals. അപ്പോൾ ഇതിൽ കോഡ് ഓപ്ഷൻസ് എന്താ നോക്കിയേ. ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ്, ആൻഡ് ആർ ഇസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ ആണോ? ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ് ബട്ട് ആർ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ ആണോ? എ ഇസ് ട്രൂ ആൻഡ് ആർ ഇസ് ഫോൾസ് ആണോ? എ ഈസ് ഫോൾസ് ആൻഡ് ആർ ഇസ് ട്രൂ ആണോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? പിന്നെ ഇപ്പൊ പറഞ്ഞ പോലെ ഈ അസേർഷനും റീസണിങ്ങും, ഐ മീൻ അസേർഷന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് തരും, ആ റീസണിങ് അസേർഷന്റെ ചിലപ്പോ കറക്റ്റ് ആയിരിക്കാം, മേ ബി ദ റീസൺ മേ ബി ദ കറക്റ്റ് വൺ, ബട്ട് യു ഹാവ് ടു ചെക്ക് വെദർ ഇറ്റ് ഈസ് ദ ബെസ്റ്റ് ആൻസർ. ഓക്കെ, ഗുഡ് അല്ല നോക്കേണ്ട, ബിക്കോസ് മിക്കവാറും ആൻസർ റീസണിങ് കറക്റ്റ് ആയിരിക്കും, പക്ഷെ അതല്ല നോക്കേണ്ടത്, അത് എക്സാക്ട് ആണോ, മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആണോ എന്നാണ് അവിടെ ചെക്ക് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഈ ക്വസ്റ്റ്യനിൽ തന്നെ സോയിൽ റിസോഴ്സസ് ഇസ് ക്രിട്ടിക്കൽ ടു ഹ്യൂമൻ സർവൈവൽ അല്ലെ? റീസൺ എന്ന് പറഞ്ഞാൽ സോയിൽ ഇസ് ഹോം ടു മെനി മൈക്രോ ഓർഗാനിസംസ്. യെസ്, ശരിയാണ്, സോയിൽ ഇസ് ഹോം ടു മെനി മൈക്രോ ഓർഗാനിസംസ് ആൻഡ് കണ്ടെയ്ൻസ് മിനറൽസ്. പക്ഷെ അത് മാത്രമാണോ കാരണം that we should conserve our soil resources? Is that the only reason for conserving our soil resources? That is the question. Apo the correct answer is yes, 2. Akhila has responded. 2 is the correct answer. Both A and R are correct, and R is not the correct explanation of A. Okay, yes, this is the answer. Both A and R are correct, but R is not the correct explanation of A, because അത് മാത്രമല്ല അല്ലേ, ബിക്കോസ് സോയിൽ is also actually it protects us from soil erosion ഇല്ലേ, പിന്നെ ലാൻഡ് സ്ലൈഡ്സ്, അങ്ങനത്തെ കുറെ ഒരു എന്താണ് ഒരു വാല്യൂം സോയിലിനുണ്ട്. സോ ദാറ്റ് ഇസ് ദ that one reason is not the only answer ഇല്ലേ, there are many reasons. So you can say that A and R are correct, but R is not the correct explanation of A. Okay, you have to think twice or thrice before you mark the answers. Now, next question. World Meteorological Organization's objective has been to reduce the number of deaths due to hydrometeorological disasters over the decades 2010 to 2019 by what percentage? കണ്ടോ, ഇവിടെയും അടുത്ത ഒരു പെർസെൻറ്റേജ് വരുവാണ്. അതായത് ഇതിപ്പോ ഇയർ പാസ്റ്റ് ആയി പോട്ടെ, 2019 കാര്യമാണ് ചോദിച്ചേക്കുന്നത്. എന്നാലും ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ പഠിക്കാം, 2023 അതൊന്ന് അപ്ഡേറ്റ് ചെയ്യാം, റൈറ്റ്? അപ്പൊ 2019 പെർസെൻറ്റേജ് ആണെങ്കിൽ ആൻസർ ഈസ് 50%. The WMO has actually
planned, or the objective was to reduce the number of deaths due to hydrometeorological disasters. That is hydrological and meteorological disasters which can happen due to hydrological effects as well as meteorological effects. Okay, so by the year 2010-19, the percentage was 50%, right? Okay, so next question. At present, in terms of per capita energy consumption, identify the correct sequence. അതായത് പെർ ക്യാപിറ്റ എനർജി കൺസംഷൻ ഏറ്റവും കൂടുതലുള്ളത് in terms of ascending order, അതെ, ഡിസെൻഡിങ് ഓർഡർ, ഗ്രേറ്റർ ടു ലോവസ്റ്റ്. അപ്പോൾ അങ്ങനെ ഒരു ഓർഡറിൽ നോക്കുകയാണെങ്കിൽ ഏത് കൺട്രിയാണ് ഫസ്റ്റ്, ഫോളോഡ് ബൈ വിച്ച് കൺട്രി. സോ യു ഹാവ് ടു go through all the options. Brazil, Russia, China, India. Russia, China, India, Brazil. Russia, China, Brazil, India. China, Russia, Brazil, India. ഏതായിരിക്കാം? അപ്പോ ഏകദേശം ഒരു ഊഹം വെച്ച് നോക്കുകയാണെങ്കിൽ റഷ്യ അല്ലെ നമുക്ക് എടുക്കാം. ചൈനയെക്കാളും എനർജി കൺസംഷൻ കൂടുതൽ പറയുന്നത് റഷ്യയാണ്. സോ ആ ഫസ്റ്റും ഫോർത്തും നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇനി സെക്കൻഡും തേർഡും നോക്കാം. റഷ്യയാണോ, ചൈനയാണോ, ഇന്ത്യയാണോ, ബ്രസീലാണോ, അതോ റഷ്യ, ചൈന, ബ്രസീൽ, ഇന്ത്യയാണോ? എന്തായിരിക്കാം? We look the answer. Russia, China, Brazil, India. Okay, India lowest ആണ്. Okay, 2 അല്ല, it's ഏതാണ് ഓപ്ഷൻ? 3, third option. Russia followed by China followed by Brazil, only then India comes. Okay, so that is a sequence of ഇത് പെർ ക്യാപിറ്റ എനർജി കൺസംഷൻ ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അത് അപ്പം ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം. ചിലപ്പോൾ വേറെ ഇതേപോലെ സിമിലർ ടേംസ് വെച്ച് ചോദിക്കാം, ബട്ട് ഇറ്റ് മേ ബി സ്ലൈറ്റ്ലി ഡിഫറെന്റ്. അപ്പോൾ അത് ഈ ഓപ്ഷൻസ് കണ്ടിട്ട് പിന്നെ സിമിലർ ആണെന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യരുത്. എപ്പോഴും ക്വസ്റ്റ്യൻ യു ഹാവ് ടു തിങ്ക് ട്വൈസ് ഓർ ത്രൈസ്. നിങ്ങൾക്ക് ഫസ്റ്റ് പേപ്പറിന് സാമാന്യം സമയം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് മെല്ലെ സമാധാനപൂർവ്വം ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ ചെയ്താൽ മതി. റൈറ്റ്, തിരക്ക് പിടിക്കണ്ട. ആദ്യം അറിയാവുന്നത് ആൻസർ ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ളത് നോക്കുക കേട്ടോ. Then, in which of the countries per capita use of water is maximum? Maximum usage of water is actually done by which of these countries? USA ആണോ, യൂറോപ്യൻ യൂണിയൻ ആണോ, ചൈന ആണോ, ഇന്ത്യ ആണോ? USA, യൂറോപ്യൻ യൂണിയൻ, ചൈന, ഇന്ത്യ. അപ്പോൾ നമുക്ക് തോന്നും USA ആണെന്നല്ലേ, ബട്ട് ഇറ്റ്സ് നോട്ട് USA, ഇറ്റ്സ് ആക്ച്വലി യൂറോപ്യൻ യൂണിയൻ. ഓക്കെ, യൂറോപ്യൻ യൂണിയൻ, EU ആണ് ഏറ്റവും കൂടുതൽ വാട്ടർ കൺസംഷൻ. ദെൻ ഇന്ത്യസ് കോൺട്രിബ്യൂഷൻ ടു ടോട്ടൽ ഗ്ലോബൽ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസ് ഈസ് അബൌട്ട്. ഇന്ത്യസ് കോൺട്രിബ്യൂഷൻ ഉണ്ടോ? ഇതൊക്കെ റിപ്പറ്റേറ്റീവ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞില്ലേ, കാർബൺ ഡൈ ഓക്സൈഡ് നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകണം കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് വെച്ചാൽ ഇതിനെ പല രീതിയിൽ ചോദിക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ഇന്ത്യ എമിറ്റ് ചെയ്യുന്ന എത്ര, അറ്റ്മോസ്ഫിയറിലുള്ളത് എത്ര, പിന്നെ സോഴ്സസ് എങ്ങനെയൊക്കെയാണ്, അങ്ങനെയൊക്കെ അതിന്റെ പെർസെൻറ്റേജ്. അപ്പൊ ഓരോന്നും അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ട് പോവാം. ഇവിടെ ആണെങ്കിൽ ഇറ്റ് ഈസ് ആക്ച്വലി 6% കേട്ടോ. ഇന്ത്യസ് കോൺട്രിബ്യൂഷൻ ടു ടോട്ടൽ ഗ്ലോബൽ കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഓൺലി 6%. ബാക്കി കൂടുതലും ഈ ഡെവലപ്ഡ് കൺട്രീസ് ആണ് എമിറ്റ് ചെയ്യുന്നത്. ഇന്ത്യ എനിവേസ് ഇറ്റ് എമിറ്റ്സ് അബൌട്ട് 6%. ഇനി 2 earthquakes A and B happen to be of magnitude 5 and 6 respectively on Richter scale. The ratio of the energies released, that is EB by EA, will be approximately. അപ്പോൾ ഇത് ഒരു മാത്തമാറ്റിക്സ് ആണ് കേട്ടോ, കണക്കാണ്, ഇക്വേഷൻസ് ഒക്കെ ഉണ്ട് ഇതിന്. അപ്പം ഇതില് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ, നിങ്ങളിപ്പം കമ്പ്യൂട്ടർ സയൻസ് കുട്ടികളാണല്ലോ കൂടുതൽ, അപ്പം മാത്സ് നിങ്ങൾക്ക് അറിയാം. കുറച്ചും നന്നായിട്ടല്ലെങ്കിൽ ഒരു സാമാന്യ മറ്റേ ലോഗരിതം ഡിഫറൻസിയേഷൻ ഒക്കെ പഠിച്ചിട്ടുള്ളതല്ലേ. So based on that calculation, you can actually learn how to calculate this energy level. Okay, so this is the simplified equation. Okay, idile I hope you know better than me regarding this simplification. Okay, I'm not very much thorough on this thing. Anyway, I have copied this as such. അപ്പൊ നിങ്ങൾക്ക് ഇതൊന്ന് ഓടിച്ചു നോക്കാം. അതിൽ ആ ഇക്വേഷൻ ഇതാണ്.
magnitude of the earthquake is actually determined by the equation 2/3 log to the base 10 E by E0. Okay, what is it? Magnitude is equal to 2/3 log to the base 10 E by E0. അപ്പൊ ഇതാണ് അതിന്റെ ബേസിക് ഇക്വേഷൻ. ഇത് ഞാൻ അധികം ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ കണ്ടിട്ടില്ല, എന്നാലും ചോദിക്കാൻ സാധ്യതയുണ്ട്. ബിക്കോസ് എർത്ത് ഒക്കെ ഇപ്പം ഫ്രീക്വന്റ്ലി ആയിട്ട് ഇല്ലേ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ എർത്ത് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. നേപ്പാളില് ഇപ്പോ അല്ലെ 2-3 ഡേയ്സ് ബാക്ക് ഒരു എർത്ത് സംഭവിച്ചു. അപ്പൊ ഇതെല്ലാം ഈ പീപ്പിൾ ആൻഡ് എൻവയോൺമെന്റ് സെക്ഷനിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. ഞാൻ പറഞ്ഞു കറണ്ട് അഫയേഴ്സും നിങ്ങൾ നോക്കണം. ചിലപ്പോ ഇതൊന്നും ആയിരിക്കില്ല, പ്യുവർലി കറണ്ട് അഫയേഴ്സ് മാത്രമായിരിക്കും വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ പേപ്പറിൽ നോക്കി കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ, ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച്, അതിന്റെ പ്രോട്ടോകോളിനെ കുറിച്ച്, പിന്നെ ഈ മാസങ്ങളിൽ എവിടെയെങ്കിലും ഇനിയിപ്പോ അടുത്ത കോൺഫറൻസ് നടക്കുന്നുണ്ടോ, ഇപ്പൊ ദുബായില് വെച്ചൊരെണ്ണം നടക്കാൻ പോകുന്നുണ്ട്, നവംബറിലാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, ഒരു ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഒരു കോൺഫറൻസ്. ഓക്കെ, അപ്പൊ അതൊന്ന് സെർച്ച് ചെയ്യുക. അത് ഏതൊക്കെ കൺട്രീസ് ആണ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഇത് അപ്പൊ this is the equation here. Actually, E is the energy released by the earthquake in joules. E0 is the energy released by the reference earthquake. M is the magnitude of the earthquake on the Richter scale. Appam E0 is actually a reference measurement. We actually take it as 10⁴ joules. That is the value of E0. So when you substitute the other values, when you take the magnitude of the first earthquake, adinte value etrayana 5. Okay, magnitude 5, and the second earthquake magnitude is 6. So when you substitute it in the equation, that is 5 is equal to 2/3 log to the base 10 EA. That is the first earthquake. EA by 10⁴. Ultimately, you will get the answer as 10⁻11.9 joules. Okay. അപ്പൊ അത് ഇക്വേഷൻ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്ന വിശ്വസിക്കുന്നു. ലോഗറിതമിക് ഇക്വേഷൻ ആണ്. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 10⁻11.9 joules. അതേപോലെ സെക്കൻഡ് ഇക്വേഷനും യു ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് ആസ് 6 ബിക്കോസ് ഇൻ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ദി ആൻസർ the magnitude is 6 അല്ലെ, 5ഉം 6ഉം ആണ്. അപ്പം രണ്ടാമത്തെ earthquake B എന്നാണ് നമ്മൾ മാർക്ക് ചെയ്തത്. ബിയുടെ magnitude 6 ആണ്. So when you substitute 6 in the equation, you will be getting the value as 10⁻³ joules. 10⁻13.4 joules. So again, you have to find the ratio, isn't it? So when you find the ratio, it is actually given to be 31.6. Okay, 31.6, which is approximately 32, right? So idana idinte oru calculation. Appo you have to just go through the equation and understand how is it being done. Okay, now next question, which of the following combinations represent renewable natural resources? ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്താൽ മാത്രം മതി. ബിക്കോസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റിന്യൂവബിൾ എന്താണ്, നോൺ റിന്യൂവബിൾ എന്താണ്. അതിൽ നിന്ന് റിന്യൂവബിൾ എടുക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വെരി വെരി സിമ്പിൾ, പക്ഷെ കുറച്ച് ആലോചിച്ചാൽ മാത്രം മതി. ക്യാൻ എനിവൺ ഗെസ് ആൻഡ് ടെൽ മീ ദി ആൻസർ? ഫെർട്ടൈൽ സോയിൽ, ഫ്രഷ് വാട്ടർ, നാച്ചുറൽ ഗ്യാസ് ആണോ? ക്ലീൻ എയർ, ഫോസ്ഫേറ്റ്സ് ആൻഡ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആണോ? ഫിഷസ്, ഫെർട്ടൈൽ സോയിൽ ആൻഡ് ഫ്രഷ് വാട്ടർ ആണോ? ഓയിൽ, ഫോറസ്റ്റ് ആൻഡ് ടൈഡ്സ് ആണോ? യു ക്യാൻ പുട്ട് ഇറ്റ് ഇൻ ചാറ്റ് കേട്ടോ. അഖില മാത്രമേ റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ. വേറെ 5 or 6 പീപ്പിൾ ഇല്ലേ? അല്ലെ, നിങ്ങൾ 6 എത്ര പേര്? മൊത്തം 7 പേരാന്ന് തോന്നുന്നു അല്ലേ? ബാക്കി എല്ലാവർക്കും ചാറ്റിൽ റെസ്പോണ്ട് ചെയ്യാം. തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ അങ്ങനെയാണല്ലോ പഠിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതെല്ലാം അറിയണം എന്നില്ല, പക്ഷെ നിങ്ങൾ ട്രൈ ചെയ്യണം. അപ്പോൾ ഇതിപ്പോ നിങ്ങളൊന്ന് തറവാക്കിയാൽ നിങ്ങൾക്ക് ആ 5 ക്വസ്റ്റ്യൻസേ വരുന്നുള്ളൂ, പക്ഷെ 5ന് 5 മാർക്സ് നിങ്ങൾക്ക് കിട്ടും. അത്രയും നമ്മൾ റിവൈസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ ഇത് എനി ഐഡിയ? ഓക്കെ, ചാറ്റിൽ വന്നിട്ടുണ്ട്. ആരാ? ശില്പ 3. വെരി ഗുഡ്, വെരി ഗുഡ് ശില്പ.
ഫിഷസ്, ഫെർട്ടൈൽ സോയിൽ ആൻഡ് ഫ്രഷ് വാട്ടർ ആണ് റിന്യൂവബിൾ നാച്ചുറൽ റിസോഴ്സ് കേട്ടോ. ബാക്കി എന്താ, ഫസ്റ്റ് ഓപ്ഷനിൽ എന്താണ്, നാച്ചുറൽ ഗ്യാസ് ഉണ്ട്, ദാറ്റ് ഇസ് നോട്ട് എ റിന്യൂവബിൾ നാച്ചുറൽ റിസോഴ്സ്. സെക്കൻഡ് ഓപ്ഷനിൽ ഫോസ്ഫേറ്റ്സ് ഉണ്ട്, അതും നോട്ട് റിന്യൂവബിൾ ആണ്. ഫോർത്തില് ഓയിൽ ഉണ്ട്, വിച്ച് ഇസ് നോട്ട് എ റിന്യൂവബിൾ റിസോഴ്സ്. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള ഓപ്ഷൻ പറഞ്ഞാൽ ഫിഷസ് ഉണ്ട്, ഫെർട്ടൈൽ സോയിൽ ആൻഡ് ഫ്രഷ് വാട്ടർ, ദേ ആർ റിന്യൂവബിൾ. സോ ദി ഓപ്ഷൻ ഈസ് നമ്പർ 3 ഇല്ലേ. ഇതിപ്പം നിങ്ങൾക്ക് ഒന്ന് ഗസ് ചെയ്താൽ, ഒന്ന് ക്ലീൻ ആയിട്ട് തിങ്ക് ചെയ്താൽ കിട്ടുന്നതാണ്. എപ്പോഴും ആലോചിക്കുക, ഈ പറഞ്ഞ പോലെ മിനറൽസ്, പിന്നെ നാച്ചുറൽ ഗ്യാസ്, ഓയിൽ, അതൊന്നും റിന്യൂവബിൾ അല്ലായിരിക്കും. ദേ ആർ നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. ഓക്കെ, സോ അപ്പോ തന്നെ ആ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യുക, ബാക്കിയുള്ള ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഗുഡ്. Now next is, in the recently launched air quality index in India, which of the following pollutants is not included? എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഡൽഹിയിലൊക്കെ ഭയങ്കര സ്മോഗ് അല്ലെ. സ്മോഗ് ഇസ് ആക്ച്വലി എ കോമ്പിനേഷൻ ഓഫ് സ്മോക്ക് ആൻഡ് ഫോഗ്. വൈ ഇസ് ഇറ്റ് സോ മച്ച് troublesome? Because it causes so much of respiratory illness, respiratory problems in the population, both adults as well as kids, in children also. Okay, so it is mainly caused by the stubble burning. ഇപ്പൊ ഈ വൈക്കോലില്ലേ, വൈക്കോല് കണ്ടമാനം ഈ നോർത്ത് ഇന്ത്യൻസ് കത്തിക്കും. അവരുടെ ആ ഒരു ഹാർവസ്റ്റ് സീസൺ കഴിയുമ്പം ഒത്തിരി അങ്ങ് കത്തിക്കും. ആ കത്തിക്കുന്നതിന്റെ ആ ഒരു പുകയും പിന്നെ ഈ ഫോഗും കൂടെ ചേർന്നിട്ടാണ് ആ ഒരു കോമ്പിനേഷൻ സംഭവിക്കുന്നത്, സ്മോഗ്. അപ്പൊ അവിടെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് വളരെ പൂറാണ് ഡൽഹിയിലെ, ന്യൂഡൽഹി. അപ്പൊ ഇപ്പൊ കുറച്ച് റീസെന്റ് ആയിട്ട് ഗവൺമെന്റ് ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് എയർ ക്വാളിറ്റി ഇൻഡെക്സ്. അതില് ഏത് പൊല്യൂട്ടന്റ് ആണ് ഇൻക്ലൂഡഡ് അല്ലാത്തത്? വിച്ച് ഓഫ് ദ പൊല്യൂട്ടൻസ് ഇസ് നോട്ട് ഇൻക്ലൂഡഡ്? ഇസ് ഇറ്റ് കാർബൺ മോണോക്സൈഡ്? ഇസ് ഇറ്റ് ഫൈൻ പെർട്ടിക്കുലേറ്റ് മാറ്റർ? ഇസ് ഇറ്റ് ഓസോൺ? ഓർ ഇസ് ഇറ്റ് ക്ലോറോഫ്ലൂറോ കാർബൺസ്? ഇതും നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ചാൽ കിട്ടുന്നതാണ്. ഓരോ പൊല്യൂട്ടന്റിന്റെയും ഒരു പ്രോപ്പർട്ടി വെച്ച് നോക്കുമ്പോൾ യു ക്യാൻ ഈസിലി ഐഡന്റിഫൈ. Any idea? The answer is chlorofluorocarbons. മനസ്സിലായില്ലേ? Because chlorofluorocarbons is mainly released by air conditioning, refrigerators, etc. Okay, അപ്പൊ അത് അന്തരീക്ഷത്തിൽ അങ്ങനെ പെട്ടെന്ന് വ്യാപിക്കാനുള്ള ഒരു സാധ്യതയില്ല. So it is not included, whereas the other pollutants are included. Okay. സൾഫർ ഡയോക്സൈഡ് അല്ല. സൾഫർ ഡയോക്സൈഡ് നമ്മുടെ ഓപ്ഷനിൽ ഇല്ലല്ലോ. ഉണ്ടായിരുന്നോ സൾഫർ ഡയോക്സൈഡ്? ഇല്ല. കാർബൺ മോണോക്സൈഡ്, ഫൈൻ പെർട്ടിക്കുലേറ്റ് മാറ്റർ, ഓസോൺ, ക്ലോറോഫ്ലൂറോ കാർബൺസ്. that are the options given. So the answer is chlorofluorocarbon. സൾഫർ ഡയോക്സൈഡ് പെർട്ടിക്കുലേറ്റ് മാറ്ററിൽ അല്ല, പൊല്യൂട്ടനില് ഉണ്ടെങ്കിൽ അത് ഇൻക്ലൂഡഡ് ആണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വേണമെങ്കിൽ ഒന്നും കൂടി ചെക്ക് ചെയ്തോളൂ കേട്ടോ. സൾഫർ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, ഇതൊക്കെ സാധ്യതയുണ്ട്. ഈ ക്ലോറോഫ്ലൂറോ കാർബൺസ് അങ്ങനെ കണ്ടുവരാറില്ല. ഓക്കെ. The next question, the factors which are the most important in determining the impact of anthropogenic activities on environment? ഏതൊക്കെയാണ് ആന്ത്രോപോജനിക് ആക്ടിവിറ്റീസിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് എൻവയറമെന്റിൽ ഉണ്ടാക്കുന്നത്? ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ്? പോപ്പുലേഷൻ, അഫ്ലുവൻസ് പെർ പേഴ്സൺ, ലാൻഡ് അവൈലബിൾ പെർ പേഴ്സൺ ആണോ? പോപ്പുലേഷൻ, അഫ്ലുവൻസ് പെർ പേഴ്സൺ ആൻഡ് ദ ടെക്നോളജി യൂസ് ഫോർ എക്സ്പ്ലോയിറ്റിംഗ് റിസോഴ്സസ്? Or is it atmospheric conditions, population and forest cover? Or population, forest cover and land available per person ആണോ? അപ്പൊ ഇതും 4 ഓപ്ഷനും അല്ലേ ഏകദേശം നമുക്ക് ഒരു കൺഫ്യൂസിങ് ആണെങ്കിലും നമുക്ക് കുറെയൊക്കെ പിന്നെ ഡിലീറ്റ് ചെയ്യാം അല്ലേ. ഫോർ എക്സാമ്പിൾ, ഈ പോപ്പുലേഷൻ, അഫ്ലുവൻസ് പെർ പേഴ്സൺ, ലാൻഡ് അവൈലബിൾ പെർ പേഴ്സണിനെക്കാളും കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷൻ ആണ് പോപ്പുലേഷൻ, അഫ്ലുവൻസ് പെർ പേഴ്സൺ ആൻഡ് ടെക്നോളജി യൂസ്ഡ് ഫോർ എക്സ്പ്ലോയിറ്റിംഗ് റിസോഴ്സസ് അല്ലേ. അപ്പൊ നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്യുക. പിന്നെ താഴത്തെ ഓപ്ഷനിലോട്ട് വരിക, അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ്, പോപ്പുലേഷൻ ആൻഡ് ഫോറസ്റ്റ് കവർ. ഓക്കെ, ഇതും ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ക്വസ്റ്റ്യൻ നോക്കൂ, ദ ഫാക്ടേഴ്സ് വിച്ച് ആർ മോസ്റ്റ് ഇമ്പോർട്ടന്റ്. അതാ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ നിങ്ങളും 2-3 പ്രാവശ്യം വായിക്കണം. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പറയുന്നത് ഏതായിരിക്കാം? 4ാമത്തെ ഓപ്ഷൻ നോക്കാം, പോപ്പുലേഷൻ, ഫോറസ്റ്റ് കവർ ആൻഡ് ലാൻഡ് അവൈലബിൾ പെർ പേഴ്സൺ. അപ്പൊ ഇതിൽ ഏറ്റവും നമുക്ക് കുറച്ച് ഒരു പിന്നെ സിഗ്നിഫിക്കന്റ് ആയിട്ട് തോന്നുന്നത്
ഇല്ലേ? സെക്കൻഡ് ഓപ്ഷൻ ആണ്. പോപ്പുലേഷൻ ഉണ്ട്. പോപ്പുലേഷൻ ഒരു മേജർ ഫാക്ടർ ആണ്, റൈറ്റ് അല്ലേ? അതുകൊണ്ടാണ് എല്ലാ 4 ഓപ്ഷനിലും പോപ്പുലേഷൻ ഉണ്ട്. ഇറ്റ് ഈസ് one of the in all the 4 options you can see the term population. Then affluence എന്ന് പറഞ്ഞാൽ ഒരാളുടെ ആ ഒരു പവർ, വെൽത്ത്, ഇൻഫ്ലുവൻസ് അങ്ങനെയൊക്കെ പറയാം. Then technology ഇല്ലേ? ടെക്നോളജി, that is the major factor. If that technology or improved or developed technology will actually make a huge impact on the environment when it comes to anthropogenic activity. So the correct option is second one, that is population, affluence per person, and the technology used for exploiting resources. Okay, so next one. കണ്ടോ, പിന്നെയും കാർബൺ ഡയോക്സൈഡ് എമിഷൻസ് വരുന്നുണ്ട്. ഇൻ ടേംസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് എമിഷൻസ് ഫ്രം എ കൺട്രി ഐഡന്റിഫൈ ദ സീക്വൻസ്. ഓക്കെ, അപ്പോൾ ഈ കൺട്രീസ് അനുസരിച്ച് അറിയാലോ കാർബൺ ഡയോക്സൈഡ് എമിഷന്റെ ആ ഒരു ഓർഡർ പിന്നെ വ്യത്യാസപ്പെടും. മനസ്സിലായില്ലേ? അപ്പോൾ ഓരോ മേജർ കൺട്രീസും ഡെവലപ്പിംഗ് ആസ് വെൽ എസ് ഡെവലപ്ഡ് മേജറായിട്ട് കാർബൺ ഡയോക്സൈഡ് എമിറ്റ് ചെയ്യുന്ന ഓരോ കൺട്രീസിന്റെയും ഒരു സ്റ്റാറ്റസ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അണ്ടർസ്റ്റുഡ്? അപ്പൊ ഇവിടെ ഏത് കൺട്രിയാണ് ഏറ്റവും കൂടുതൽ എമിറ്റ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. ആ ഒരു സീക്വൻസ് ഏതാണെന്ന് ചോദിക്കുന്നത്. USA, ചൈന, ഇന്ത്യ, റഷ്യ ആണോ? ചൈന, USA, ഇന്ത്യ, റഷ്യ ആണോ? ചൈന, USA, റഷ്യ, ഇന്ത്യ ആണോ? USA, ചൈന, റഷ്യ, ഇന്ത്യ ആണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇത് നിങ്ങൾക്ക് പല ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുമ്പോൾ കൺഫ്യൂഷൻ അടിക്കും. അപ്പൊ അത് കുറച്ച് പിന്നെ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് പോകണം. ഇപ്പൊ കാർബൺ ഡയോക്സൈഡ് എമിഷൻസ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം ഈ ഓപ്ഷൻസ് USA-യും ചൈനയും അല്ലെ ആണ് നമുക്കറിയാം. ബിക്കോസ് ഓപ്ഷൻസിൽ കണ്ടോ ഏറ്റവും കൂടുതലായിട്ടുള്ളത് USA ആൻഡ് ചൈനയാണ് 4 ഓപ്ഷൻസിലും പറഞ്ഞേക്കുന്നത്. അപ്പോ ഇതില് 4 എണ്ണത്തിലും പിന്നെ ഇന്ത്യ, റഷ്യ തേർഡും ഫോർത്തും ആണ്. സോ യു ഡോണ്ട് ബോദർ അബൌട്ട് ദാറ്റ്. ഇതില് ഏതെങ്കിലും 2 എണ്ണത്തില് ഏതാണെന്നാണ് ആലോചിക്കേണ്ടത്. USA ആണോ ചൈനയാണോ? നമുക്ക് നോക്കാം ഏതാണ് ഓപ്ഷൻ എന്ന്. സി ആൻസർ ഇസ് ബി എന്ന് പറയുമ്പോൾ ചൈനയാണ് ഏറ്റവും കൂടുതൽ. ഓക്കെ, ചൈന ഫോളോഡ് ബൈ USA, ഫോളോഡ് ബൈ ഇന്ത്യ, ദെൻ കംസ് റഷ്യ. റൈറ്റ്? അപ്പൊ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ റഷ്യയാണ് അല്ലെ പിന്നെ ഫസ്റ്റ് ഓപ്ഷൻ വന്നത്, എനർജി കൺസംഷൻ. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് ബാക്കിലോട്ട് നോക്കുക. പഠിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ നേരത്തെ ഇങ്ങനെ ഓരോന്ന് നിങ്ങൾ ആ ഒരു കോറിലേറ്റ് ചെയ്ത് പഠിക്കുക, അല്ലെങ്കിൽ കമ്പയർ ചെയ്ത് പഠിക്കുക. റഷ്യ അവിടെ ഒരു ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ആയിരുന്നല്ലോ, അത് ഏതായിരുന്നു? അപ്പൊ ഒന്ന് പ്രീവിയസ് മറിച്ച് നോക്കി, അല്ലെങ്കിൽ സ്ലൈഡും ബാക്കിലോട്ട് നോക്കിയിട്ട് അവിടെ നോക്കുക എന്തായിരുന്നു അവിടെ റഷ്യയുടെ ഒരു ഇമ്പാക്ട്, അല്ലെങ്കിൽ റഷ്യയുടെ ഒരു പോയിന്റ് എന്തായിരുന്നു അവിടെ. പിന്നെ ഇങ്ങോട്ട് വരിക. ഇപ്പൊ ഇവിടെ എന്തുകൊണ്ട് റഷ്യ ബാക്കിലോട്ടായി? ഏത് ഫാക്ടറാണ് ഇവിടെ സിഗ്നിഫിക്കന്റ് ആയിട്ട് റോള് പ്ലേ ചെയ്യുന്നത്? അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പൊ ഇവിടെ യു സി ദ ഫസ്റ്റ് ഓപ്ഷൻ ഇസ് ചൈന, പിന്നെ ഫോളോഡ് ബൈ USA. അപ്പൊ ഇത് കണ്ടോ, നമുക്ക് ഫസ്റ്റും സെക്കൻഡും ഓപ്ഷൻ തറവാണെങ്കിലും തേർഡിലും ഫോർത്തിലും പിന്നെയും കൺഫ്യൂഷൻ വരും, റഷ്യ ആണോ ഇന്ത്യ ആണോ എന്നുള്ളത്. ബട്ട് ദി ആൻസർ ഈസ് ഇന്ത്യ ഫോളോഡ് ബൈ റഷ്യ. ദാറ്റ് ഈസ് ദ സീക്വൻസ്. ഓക്കെ, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് മാച്ച് ചെയ്യുക വേൾഡ് ഹെൽത്ത് ഡേ. അതായത് കുറച്ച് ഡേയ്സ് ആണുള്ളത്. അപ്പൊ ഇങ്ങനത്തെ ഡേയ്സും പഠിച്ചോണ്ട് പോവാ കേട്ടോ. ഇപ്പൊ നമുക്ക് September 16th ഓസോൺ ഡേ കഴിഞ്ഞു ഇല്ലേ? അപ്പം അത് നിങ്ങൾക്ക് ഓർമ്മിക്കാം, ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. പിന്നെ ഡിസംബറിൽ ഇനി വരുന്ന ഡിസംബർ, അപ്പൊ ഡിസംബറിലുള്ളത് വേൾഡ് എയ്ഡ്സ് ഡേ, അത് നിങ്ങൾക്ക് അറിയാം അല്ലെ? അപ്പൊ 2 ഓപ്ഷൻ ഇപ്പൊ ഓൾറെഡി നമുക്ക് കയ്യിലായി. അതായത് സി ഉള്ളത് സി വേൾഡ് ഓസോൺ ഡേ, സോ സി റിലേറ്റ്സ് ടു 1 ആൻഡ് D റിലേറ്റ്സ് ടു പിന്നെ 2. ഓക്കെ, സോ C1 D2. വേറെ ഓപ്ഷൻ C1 വേറെ ഇല്ല. അപ്പൊ ഇത് തന്നെ ഇപ്പൊ 2 എണ്ണം അറിഞ്ഞാൽ തന്നെ ഏകദേശം നിങ്ങൾക്ക് മറ്റേ 2 എണ്ണം അറിഞ്ഞില്ലെങ്കിലും കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ മേ ബി 4 ഓപ്ഷൻ ബി ആയിരിക്കും. 4 3 1 2 അല്ലെ ആവാനാണ് സാധ്യത. നമുക്ക് നോക്കാം ഏതാണെന്ന്. ഓപ്ഷൻ ബി ആണ് അല്ലെ, 4 3 1 2. അപ്പം 4 എന്ന് പറയുമ്പോൾ വേൾഡ് ഹെൽത്ത് ഡേ ഇസ് ഓർഗനൈസ്ഡ് ഓൺ 7th April. 7th April. ആൻഡ് വേൾഡ് പോപ്പുലേഷൻ ഡേ എന്നാണ് 1st July. ഓക്കെ, മിക്കവർക്കും ഈ 2 എണ്ണവും അറിയായിരിക്കും. മിക്കവർക്കും ഓസോണും
പിന്നെ 8th ഡേയും. ബാക്കിയുള്ളത് അറിഞ്ഞൂടെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കറക്കി കുത്തി കറക്റ്റ് ആക്കാം. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ഒന്ന് നോക്കുക കേട്ടോ. Now next question. Which of the anthropogenic activity accounts for more than 2/3 of global water consumption? ഏത് ആക്ടിവിറ്റിയാണ് 2/3 ഓഫ് ഗ്ലോബൽ വാട്ടർ കൺസ്യൂം ചെയ്യുന്നത്? ഏതായിരിക്കും? അഗ്രികൾച്ചർ ആണോ, ഹൈഡ്രോ പവർ ജനറേഷൻ ആണോ, ഇൻഡസ്ട്രി ആണോ, ഡൊമസ്റ്റിക് ആൻഡ് മുനിസിപ്പൽ യൂസേജ് ആണോ? എനി ഗസ്? എ ആണോ നോക്കാം. ഓക്കെ, അഗ്രികൾച്ചർ ആണോ? നോക്കട്ടെ. യെസ്, ഇറ്റ് ഈസ് അഗ്രികൾച്ചർ അല്ലെ? അഗ്രികൾച്ചർ ഇസ് എ കറക്റ്റ് ആൻസർ ബിക്കോസ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് അഗ്രികൾച്ചർ ബിക്കോസ് വി സ്പെൻഡ് almost 2/3 of our water is mainly used for agriculture, irrigation activities, etc. So it is agriculture. Okay, next question. One of the anthropogenic sources of gaseous pollutants, CFCs, in air is which one? CFC യുടെ ഒരു സോഴ്സ് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. സിമെന്റ് ഇൻഡസ്ട്രി ആണോ, ഫെർട്ടിലൈസർ ഇൻഡസ്ട്രി ആണോ, ഫോം ഇൻഡസ്ട്രി ആണോ, പെസ്റ്റിസൈഡ് ഇൻഡസ്ട്രി ആണോ? So you know, refrigerator, air conditioning ഒക്കെ CFC sources ആണ്. But now it has all been banned അല്ലേ? It is now CFC free air conditioners as well as the refrigerators which we buy from the market now are CFC free. പക്ഷേ ഒരു ഇൻഡസ്ട്രിയിൽ നിന്നും ഇപ്പോഴും CFCs റിലീസ് ചെയ്യുന്നുണ്ട്. അത് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. Is it from cement industry, fertilizer industry? Yeah, correct. Foam industry. Good. It is from foam industry that the CFCs is being released. Okay. സിസ്റ്റം ഇടയ്ക്ക് ഹാങ് ആവുന്നുണ്ട് കേട്ടോ, അതാണ് ഇച്ചിരി ഡിലേ ആവുന്നത് സ്ലൈഡ് മാറാൻ. ഓക്കെ, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലഹർ ഈസ് എ നാച്ചുറൽ ഡിസാസ്റ്റർ ഇൻവോൾവിംഗ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ്? ഈസ് ഇറ്റ് ഇറപ്ഷൻ ഓഫ് ലാർജ് എമൗണ്ട് ഓഫ് മെറ്റീരിയൽ, or is it strong winds? Are they strong water waves or strong winds and water waves? അപ്പൊ എന്താണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ലഹർ? ഞാൻ ഇത് കേട്ടിട്ടില്ല മുന്നേ. ഇപ്പം ഇത് പഠിപ്പിക്കാൻ എടുത്തപ്പോൾ നോക്കിയപ്പോഴാണ് ഈ ലഹർ എന്നുള്ള വാക്ക് കേട്ടത്. അതർവൈസ് ഐ ഡോണ്ട് നോ വാട്ട് ഈസ് മെൻ ബൈ ദിസ് ലഹർ. സോ ആക്ച്വലി ലഹർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് an eruption of large amount of material and it is derived from an Indonesian term, okay, for lava stream. Lava stream. What is a leher? It is a rapidly flowing mixture of rock, debris, ash and water that comes racing down the sides of volcanoes. Volcano eruption സംഭവിക്കുമ്പോൾ കുത്തി ഒഴുകി താഴോട്ട് വരുന്ന ആ ഒരു മെറ്റീരിയലിനാണ് you call it as leher. Okay, it is actually an eruption of large amount of material. It's the option A. Okay. സോ ഇത് അടുത്തത് ഇറ്റ് ഈസ് ആക്ച്വലി ഒരു ഒരു കാൽക്കുലേഷൻ ആണ്. അപ്പൊ അത് ഓക്കെ, അത് നമുക്ക് പിന്നെ വരാമേ. അത് ഞാൻ കുറച്ച് നോട്ട് ചെയ്യാനുണ്ട്, അത് ഞാൻ നോട്ട് ചെയ്തിട്ട് വിൽ ഗെറ്റ് ബാക്ക് ടു ഇറ്റ് ലേറ്റർ. ഓക്കെ. Now which of the following cities has been worst affected by urban smoke in recent times? Urban smoke in recent times. അപ്പൊ ഇത് ഈ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ 2-3 years back ആണ്. So that time which was the city which was worst affected by urban smoke? Is it Paris, London, Los Angeles or Beijing? അപ്പോ the answer is actually Beijing. D, option D, Beijing was actually been worst affected by urban smoke. Okay, so Beijing. അത് നോട്ട് ചെയ്യാം. Then the primary source of organic pollution in freshwater bodies. Primary pollution of organic pollution in freshwater bodies ഏതാണ്? Run off from urban areas ആണോ, run off from agricultural forms ആണോ, sewage effluents ആണോ, industrial effluents ആണോ? ഇത് എല്ലാം ഈ പറഞ്ഞ പോലെ പ്രശ്നക്കാരാണ് അല്ലെ? അർബൻ ഏരിയ ഉണ്ട്, അഗ്രികൾച്ചർ ഉണ്ട്, സീവേജ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ. പക്ഷേ ഏറ്റവും കറക്റ്റ് ഏതാണ് എന്നാണുള്ളത് ചോദ്യം. പ്രൈമറി സോഴ്സ് ആർക്കെങ്കിലും അറിയോ? ഓക്കെ, ലെറ്റ്സ് ചെക്ക്.
ഇറ്റ് ഈസ് സീവേജ് എഫ്ലുവൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞു ഇന്ത്യൻ റിവേഴ്സിൽ ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ ഉണ്ടാവുന്നത് ഏത് സോഴ്സിൽ നിന്നാണ് അല്ലെ, അന്നേരം നമ്മൾ പറഞ്ഞു സീവേജ്. അപ്പോ ഇപ്പോഴും നിങ്ങൾക്ക് ഒരു ഐഡിയ വെച്ച് അത് മാർക്ക് ചെയ്യാം അല്ലെ. സീവേജ് ഈസ് ആക്ച്വലി റിലേറ്റഡ് ടു ദ പ്രൈമറി സോഴ്സ് ഓഫ് ഓർഗാനിക് പൊല്യൂഷൻ ഇൻ ഫ്രഷ് വാട്ടർ ബോഡീസ്. റൺ ഓഫ് ഫ്രം അഗ്രികൾച്ചർ ഫോംസ് ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ സീവേജ് ഒന്നുകൊണ്ട് യു ക്യാൻ മാർക്ക് ദാറ്റ് ഫോളോഡ് ബൈ അഗ്രികൾച്ചർ. ഓക്കെ, നൗ next question. Which one of the following greenhouse gases has the shortest residence time in the atmosphere? ഇതും ഒരു സിഗ്നിഫിക്കന്റ് ക്വസ്റ്റ്യൻ ആണ്. ഷോർട്ടസ്റ്റ് റെസിഡൻസ് ടൈം അറ്റ്മോസ്ഫിയറിലുള്ളത് ഏത് ഗ്രീൻ ഹൗസ് ഗ്യാസിനാണ്? CFC ആണോ, കാർബൺ ഡയോക്സൈഡ് ആണോ, മീതേൻ ആണോ, നൈട്രസ് ഓക്സൈഡ് ആണോ? ആർക്കെങ്കിലും അറിയോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മീതേൻ ആണ് ആൻസർ കേട്ടോ, because it has the shortest residence time in the atmosphere when compared to the other greenhouse gases. So the answer is methane. Okay. The next question. In order to avoid catastrophic consequences of climate change, there is general agreement among the countries of the world to limit the rise in average surface temperature of the earth compared to that of pre-industrial times by how much? Okay, that is average surface temperature of the earth. എത്ര ആണ് നമ്മൾ ലിമിറ്റ് ചെയ്യേണ്ടത് to avoid the catastrophic consequences of climate change? 1.5 degree Celsius to 2 degree Celsius ആണോ, 2 to 3.5 degree Celsius ആണോ, 0.5 to 10 degree Celsius ആണോ, 0.25 to 0.5 degree Celsius ആണോ? ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ദാറ്റ് ഈസ് ഓപ്ഷൻ എ, 1.5 degree Celsius to 2 degree Celsius ആണ് നമ്മൾ ലിമിറ്റ് ചെയ്യേണ്ടത് to avoid the catastrophic consequences. റൈറ്റ്. ഇനി the National Disaster Management Authority functions under the Union Ministry of whom? എൻവയൺമെന്റ് ആണോ, വാട്ടർ റിസോഴ്സസ് ആണോ, ഹോം അഫയേഴ്സ് ആണോ, ഡിഫൻസ് ആണോ? അപ്പൊ ഇതിലും ഇല്ലേ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഒരു കോമൺ സെൻസ് അനുസരിച്ച് നോക്കാം. അപ്പൊ വാട്ടർ റിസോഴ്സ് ആയിരിക്കില്ല. ഡിസാസ്റ്റർ മാനേജ്മെന്റും വാട്ടർ റിസോഴ്സും വരാൻ സാധ്യത കുറവാണ്, ഡിഫൻസിലും വരാൻ സാധ്യത കുറവാണ്. ഇനി എൻവയൺമെന്റിലാണോ ഹോം അഫയേഴ്സിലാണോ, ഇത് രണ്ടും നോക്കിയാൽ മതി. അപ്പൊ ആൻസർ നമുക്ക് നോക്കാം. ഇറ്റ് ആക്ച്വലി കംസ് അണ്ടർ ഹോം അഫയേഴ്സ്. ഓക്കെ, സി ദ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ആഭ്യന്തര വകുപ്പിന് കീഴിലാണ് ഈ NDMA ഫംഗ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് കംസ് അണ്ടർ ഹോം അഫയേഴ്സ്. ഇനി യു ഹാവ് ടു മാച്ച് ദ ലിസ്റ്റ് ഓഫ് 1 വിത്ത് ലിസ്റ്റ് 2. ഇത് കുറച്ച് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിന്റെ ഒരു ലിസ്റ്റ് ആണ് തന്നേക്കുന്നത്. ആൻഡ് യു ഹാവ് ടു മാച്ച് ഇറ്റ് വിത്ത് ലിസ്റ്റ് 2. വളരെ ഈസിയാണ് കേട്ടോ. ഫ്ലഡ്, ഡ്രൗട്ട്, ഇവിടെ റോക്സ്, ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ടേ, ഇവിടെ എന്തോ ജംബിളി, ഒരു 1 minute. ഓക്കെ, സോ വിൽ കം ബാക്ക്. ഓപ്ഷൻസ് കിട്ടിയോ? ഓപ്ഷൻ എ അല്ലേ, നോക്കാം. ഓപ്ഷൻ എ ആണോ നോക്കാം. കറക്റ്റ്, ഓപ്ഷൻ എ തന്നെയാണ്. 4, 1, 2, 3. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഡിസ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. ഫ്ലഡ് എന്താണെന്നറിയാം, ഡ്രൗട്ട് എന്താണെന്നറിയാം, എർത്ത് ക്വേക്ക് ആണ് കേട്ടോ. ഇവിടെ എന്തോ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാ, വോൾക്കാനോ. സോ ഇതെല്ലാം ഈ ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, ലാക്ക് ഓഫ് റെയിൻഫോൾ സഫിഷ്യന്റ് ഡ്യൂറേഷൻ ആണ് ഡ്രൗട്ട്. ട്രെമർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ പാസേജ് ഓഫ് വൈബ്രേറ്ററി വേവ്സ് ത്രൂ ദ റോക്സ് ഓഫ് ദി എർത്ത്. അത് ഇങ്ങോട്ടാണ് വരേണ്ടത് കേട്ടോ, ത്രൂ ദ റോക്സ് ഓഫ് ദി എർത്ത്. അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോന്നു. ഓക്കെ, പിന്നെ നമുക്ക് നോക്കാം. പിന്നെ എർത്ത് ക്വേക്ക് ആണ് ഇത്. ദെൻ വോൾക്കാനോ ഇസ് actually an event through which molten substances come out. So the correct option is A. Okay. Now next is ഒരു phrase ആണ്. The phrase tragedy of commons is in the context of what? Tragedy of commons. ഇത് ഒരു phrase ആണ്. അപ്പൊ അത് tragic event ആണോ, related to damage caused by release of poisonous gas ആണോ, then tragic conditions of poor people ആണോ,
ഡീഗ്രഡേഷൻ ഓഫ് റിന്യൂവബിൾ ഫ്രീ ആക്സസ് റിസോഴ്സസ് ആണോ ക്ലൈമറ്റ് ചേഞ്ച് ആണോ? അപ്പോൾ ഇത് ട്രാജഡി ഓഫ് കോമൺസ് എന്ന് പറയുമ്പം നിങ്ങൾക്ക് ഒരു എന്താണ് ഐഡിയ തോന്നാം. മീൻസ് ആദ്യത്തെയും രണ്ടാമത്തെയും ട്രാജിക് ആണല്ലോ. അപ്പം ഈ ട്രാജിക് ആണോ എന്നുള്ളൊരു ചിന്ത തോന്നാം. അതാണോ അതോ ഇനി ഡീഗ്രഡേഷൻ ആണോ ക്ലൈമറ്റ് ചേഞ്ച് ആണോ? അപ്പൊ നമുക്ക് നോക്കാം ഏതാണെന്നുള്ളത്. See, the answer is degradation of renewable free access resources. Okay. അപ്പോൾ ഈ ആദ്യത്തെ രണ്ട് ഓപ്ഷൻ മനഃപൂർവ്വം നിങ്ങളെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടി തന്നേക്കുന്നതാണ്. ട്രാജിക് ഇവന്റ്, ട്രാജഡി ഓഫ് കോമൺസ് എന്ന് പറയുമ്പോൾ നോർമലി നമ്മൾ തിങ്ക് ചെയ്യും മേ ബി ഇറ്റ് ഇസ് റിലേറ്റഡ് ടു ട്രാജിക് ഇവന്റ്, ബട്ട് ഇറ്റ്സ് നോട്ട് റിലേറ്റഡ് ടു എനി ട്രാജിക് ഇവന്റ്സ്. ഇറ്റ് ഈസ് ആക്ച്വലി റിലേറ്റഡ് ടു ദ ഡീഗ്രഡേഷൻ ഓഫ് റിന്യൂവബിൾ ഫ്രീ ആക്സസ് റിസോഴ്സസ്. മനസ്സിലായില്ലേ? അതായത് ഇറ്റ് ഈസ് എൻ എക്കണോമിക് പ്രോബ്ലം വെയർ ദ ഇൻഡിവിജ്വൽ കൺസ്യൂംസ് എ റിസോഴ്സ് അറ്റ് ദി എക്സ്പെൻസ് ഓഫ് സൊസൈറ്റി. ദാറ്റ് ഈസ് ആക്ച്വലി ഒരു എക്കണോമിക് ഒരു തിയറിയാണ് കേട്ടോ ഈ ട്രാജഡി ഓഫ് കോമൺസ് എന്ന് പറയുന്നത്. ഇഫ് ആൻ ഇൻഡിവിജ്വൽ ആക്ട്സ് ഇൻ ദാറ്റ് ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഇറ്റ് ക്യാൻ റിസൾട്ട് ഇൻ harmful over consumption to the detrimental of all. This phenomenon may result in underinvestment and total depletion of a shared resource. അപ്പം അതുകൊണ്ടാണ് ട്രാജഡി ഓഫ് കോമൺസ്. ബിക്കോസ് കോമൺ മാനിന് ഒരു ട്രാജഡിയാണ് അല്ലെ. ഒരു ഇൻഡിവിജ്വല് അവരുടെ മാക്സിമം റിസോഴ്സസ് മാക്സിമം ആയിട്ട് യൂസ് ചെയ്താൽ ഇറ്റ് വിൽ നോട്ട് ബി സഫിഷ്യന്റ് ടു ദി അതർ പീപ്പിൾ ആൻഡ് ഓൾസോ നോട്ട് സഫിഷ്യന്റ് ടു ദ നെക്സ്റ്റ് ജനറേഷൻ. ഓക്കെ, അങ്ങനെ ഒരു പിന്നെ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ ട്രാജഡി ഓഫ് കോമൺസ് എന്ന് പറയുന്നത്. വേർ ദ ഇൻഡിവിജ്വൽ കൺസ്യൂംസ് എ റിസോഴ്സ് അറ്റ് ദി എക്സ്പെൻസ് ഓഫ് സൊസൈറ്റി. അങ്ങനെ കൺസ്യൂം ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു ഫിനോമിനാണ് ഈ ട്രാജഡി ഓഫ് കോമൺസ്. ഓക്കെ, അപ്പൊ അത് ഇപ്പൊ ഈ ഇത്രയും ക്വസ്റ്റ്യനിൽ ഇതായതായിട്ട് ഞാൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുന്നത് കേട്ടോ, ട്രാജഡി ഓഫ് കോമൺസ്. അപ്പൊ അതുപോലെ എന്തെങ്കിലും ഈ എക്കണോമിക്സിൽ ചിലപ്പോ പറഞ്ഞ പോലെ തിയറീസ് ഉണ്ടാവും. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു, ലൈക്ക് ഓഫ് ഫെമിനിസം, എസെൻഷ്യലിസ്റ്റ് തിയറി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് നോക്കിയിട്ട് പോകണം കേട്ടോ. ദെൻ ക്യോട്ടോ പ്രോട്ടോകോൾ ഈസ് റിലേറ്റഡ് ടു എന്താണ്? ഓസോൺ ഡിപ്ലീഷൻ ആണോ, ഹസാർഡസ് വേസ്റ്റ് ആണോ, ക്ലൈമറ്റ് ചേഞ്ച് ആണോ, ന്യൂക്ലിയർ എനർജി ആണോ? ഇതും നിങ്ങൾക്ക് അറിയാം, നമ്മൾ കോമൺ ആയിട്ട് ഇപ്പൊ ഈ ന്യൂസിലൊക്കെ കേൾക്കുന്നതാണ്. ക്യോട്ടോ പ്രോട്ടോകോൾ ഏതായിരിക്കാം? ഇങ്ങനത്തെ പ്രോട്ടോകോൾസും സാധ്യതയുണ്ട് കേട്ടോ വരാൻ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും നോക്കിക്കൊണ്ട് പോവാ. ക്യോട്ടോ പ്രോട്ടോകോൾ ഓസോൺ ഡിപ്ലീഷൻ അല്ല. പെട്ടെന്ന് നമുക്ക് ഓസോൺ ഡിപ്ലീഷൻ ആയിട്ട് സ്ട്രൈക്ക് ചെയ്യാം, ബട്ട് ഇറ്റ്സ് നോട്ട്. മോൺട്രിയൽ പ്രോട്ടോകോൾ ആണ് ഓസോൺ ഡിപ്ലീഷൻ. ക്യോട്ടോ പ്രോട്ടോകോൾ ഇസ് റിലേറ്റഡ് ടു ക്ലൈമറ്റ് ചേഞ്ച് കേട്ടോ. ക്ലൈമറ്റ് ചേഞ്ചിൽ എന്താണ് ക്യോട്ടോ പ്രോട്ടോകോൾ? 1992 അത് ഇനിഷ്യേറ്റ് ചെയ്തെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് ഇറ്റ് ഈസ് ഇൻ 1992 ക്യോട്ടോ പ്രോട്ടോകോൾ. അപ്പൊ അത് റിലേറ്റഡ് ടു ക്ലൈമറ്റ് ചേഞ്ച് കേട്ടോ. ഓക്കെ, നൗ which of the following is a source of emissions leading to the eventual formation of surface ozone as a pollutant? ഓക്കെ, ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി പറ്റുമോ നോക്കട്ടെ. സർഫസ് ഓസോൺ as a pollutant ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഏത് സോഴ്സസ് ആണ്? അതായത് സർഫസ് ഓസോൺ ഒരു പൊല്യൂട്ടന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ സെക്ടേഴ്സിൽ ഏത് സെക്ടറിൽ നിന്നാണ്? ട്രാൻസ്പോർട്ട് സെക്ടറിൽ നിന്നാണോ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് നിന്നാണോ, വെറ്റ്ലാൻഡ്സിൽ നിന്നാണോ, ഫെർട്ടിലൈസേഴ്സിൽ നിന്നാണോ? ഓപ്ഷൻ ബി. ബിയെ നിങ്ങൾ പറയൂല. അതായത് ചിലതില് അല്ല, ഇപ്പൊ ഞാൻ നോക്കിയതില് എനിക്കും ആദ്യം ബി ആ തോന്നിയത്, പക്ഷേ അത് ശരിക്കും എ ആണ്. പക്ഷെ ചില കുട്ടികൾ ബി പറയുന്നുണ്ട്. ശരിക്കും ബി പിന്നെ എനിക്ക് ആലോചിച്ചപ്പോൾ റോങ് ആയെന്ന് തോന്നി. എന്താന്ന് വെച്ചാൽ അറിയാമോ, ഇപ്പൊ ഇവിടെ ചോദിച്ചേക്കുന്നത് സർഫസ് ഓസോൺ എങ്ങനെ? സർഫസ് ഓസോൺ ആണ് ചോദിച്ചേക്കുന്നത്, നോട്ട് സ്ട്രാറ്റോസ്ഫെറിക് ഓസോൺ. അപ്പം ഓസോൺ ട്രോപ്പോസ്ഫിയറിലും കാണും സ്ട്രാറ്റോസ്ഫിയറിലും കാണും ഇല്ലേ? ട്രോപ്പോസ്ഫിയറിൽ കാണുന്ന ഓസോൺ വി കോൾ ഇറ്റ് എ സർഫസ് ഓസോൺ ആൻഡ് സ്ട്രാറ്റോസ്ഫിയറിൽ കാണുന്ന ഓസോൺ വി കോൾ ഇറ്റ് എ സ്ട്രാറ്റോസ്ഫെറിക് ഓസോൺ. അപ്പൊ ഈ സ്ട്രാറ്റോസ്ഫെറിക് ഓസോണിലാണ് കൂടുതലും ഈ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് വഴി റിലീസ് ചെയ്യുന്ന CFCs പൊല്യൂട്ടന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. വേറെ വെൻ യു കം ടേക്ക് ദ സ്ട്രാറ്റോസ്ഫിയർ, ആ ലോവർ ലെയറിൽ എടുക്കുവാണെങ്കിൽ ഹിയർ വിച്ച് സെക്ടർ ആക്ട് എസ് എ മേജർ സോഴ്സ് ഓഫ് പൊല്യൂട്ടന്റ്? ഇറ്റ് ഈസ് എ ട്രാൻസ്പോർട്ട് സെക്ടർ വിച്ച് ആക്ട് എസ് എ മേജർ സോഴ്സ് ഓഫ് pollutant. Okay, it is not the refrigerators or air conditioning. It actually is related to stratospheric ozone pollution.
അപ്പോൾ ഈ സർഫസ് ഓസോൺ ദാറ്റ് ഈസ് ദ ഓസോൺ ഇൻ ദ ട്രോപ്പോസ്ഫിയർ ലെയർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ ഇസ് കൺസിഡേർഡ് ആസ് എ സെക്കൻഡറി പൊല്യൂട്ടന്റ് കേട്ടോ. ഓസോൺ എന്ന് പറഞ്ഞാൽ പിന്നെ is actually a pollutant and it is not considered as a primary pollutant, it is considered as a secondary pollutant, which actually play a major role in the lower layer, that is the stratospheric layer. Tropospheric layer. Troposphere, stratosphere, പിന്നെ mesosphere, thermosphere ആണല്ലോ. അതിൽ tropospheric ലെയറിലാണ് ഈ സർഫസ് ഓസോൺ പൊല്യൂട്ടന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. So secondary pollutants are formed when primary pollutants. What are primary pollutants? They are pollutants which are directly emitted from industries, vehicles, which include carbon monoxide, nitrogen oxide, etc., and which react with other under given conditions as surface ozone. So surface ozone is actually formed when these three combine in the presence of sunlight. ഇത് ഈ മൂന്ന് pollutants സൺലൈറ്റിന്റെ പ്രസൻസിൽ കമ്പൈൻ ചെയ്യുമ്പോഴാണ് we get the surface ozone, that is nitrogen oxides, carbon monoxide, and volatile organic compounds such as formaldehyde produced from perfumes, hairsprays, furniture, polish, air freshener, etc. So these are the primary pollutants. When these primary pollutants actually combine with the ozone, then or the pollutants in the presence of sunlight, you get secondary pollutant like ozone. Yes, okay, secondary pollutant ozone എന്ന് പറഞ്ഞാൽ one of the secondary pollutants ആണ്. ഇതേപോലെ secondary pollutants വേറെ ഫോം ചെയ്യുന്നുണ്ട്. And we in this case we are concerned about ozone. So actually the answer is transport sector. എന്നിട്ട് ട്രാൻസ്പോർട്ട് സെക്ടറിൽ നിന്ന് റിലീസ് ചെയ്യുന്ന പ്രൈമറി പൊല്യൂട്ടൻസ് ആണ് ഈ നൈട്രജൻ ഓക്സൈഡ്സും കാർബൺ മോണോക്സൈഡും ബാക്കി ഉള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് ഒക്കെ. ഈ ഇത്രയും കോമ്പൗണ്ട്സ് ദാറ്റ് ഇസ് വിച്ച് ആർ റിലീസ് ഫ്രം ദ ട്രാൻസ്പോർട്ട് സെക്ടർ ആക്ച്വലി ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ദേ ഫോം ദ സെക്കൻഡറി പൊല്യൂട്ടന്റ് വിച്ച് ഇസ് ഓസോൺ ആൻഡ് ഇറ്റ് ആക്ച്വലി ആക്ട് as a serious pollutant in the lower layer of the atmosphere which is the troposphere. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് എന്റെ ആൻസർ കേട്ടോ. ഇത് ഇച്ചിരി കൺഫ്യൂസിംഗ് ആണ്. അപ്പോ നിങ്ങളത് ശ്രദ്ധിക്കേണ്ടത് സർഫസ് ഓസോൺ ആണെങ്കിൽ മോസ്റ്റ്ലി ട്രാൻസ്പോർട്ട് സെക്ടർ ആണ് റോള് പ്ലേ ചെയ്യുന്നത്. ഇറ്റ് ഈസ് മെയിൻലി അട്രിബ്യൂട്ടഡ് ടു ദ ട്രാൻസ്പോർട്ട് സെക്ടർ വെൻ ഇറ്റ് കംസ് ടു സർഫസ് ഓസോൺ. ഓക്കെ, ഇനി ദ സ്മോക്ക് ഇൻ സിറ്റീസ് ഇൻ ഇന്ത്യ മെയിൻലി കൺസിസ്റ്റ് ഓഫ് ഓക്സൈഡ്സ് ഓഫ് സൾഫർ ആണോ, ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ആൻഡ് അൺബേൺഡ് ഹൈഡ്രോകാർബൺസ് ആണോ, കാർബൺ മോണോക്സൈഡ് ആൻഡ് സസ്പെൻഡഡ് പാർട്ടിക്കുലേറ്റ് മാറ്റർ ആണോ, ഓക്സൈഡ്സ് സൾഫർ ആൻഡ് ഓസോൺ ആണോ? ഈ സ്മോഗിനെ കുറിച്ച് ഒന്ന് നോക്കി പോവാ. ബിക്കോസ് ഇപ്പൊ ന്യൂഡൽഹിയിലൊക്കെ റീസെന്റ് ആയിട്ട് ഒരു ഇഷ്യൂ ആണ് സ്മോഗ് അല്ലെ. അപ്പൊ സ്മോഗ് എങ്ങനെയാ ഫോം ചെയ്യുന്നത്, മേജർ കോസ് എന്തൊക്കെയാണ്, ഏതൊക്കെ പൊല്യൂട്ടൻസ് ആണ് സ്മോഗ് ഫോർമേഷൻ ഉണ്ടാകുക, പിന്നെ എയർ ക്വാളിറ്റി ഇൻഡെക്സ്, അതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോഴത്തെ കറണ്ട് ഒരു സിറ്റുവേഷൻ അനുസരിച്ച് കേട്ടോ. അപ്പൊ അതൊന്ന് നോക്കിയിട്ട് പോവാ. ഇനി സ്മോഗ് എന്തൊക്കെയാണ്? സി ആക്ച്വലി ഇറ്റ് ഇസ് കോസ്ഡ് ബൈ മെയിൻലി കോസ്ഡ് ബൈ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ആൻഡ് അൺബേൺഡ് ഹൈഡ്രോകാർബൺസ് കാരണമാണ് സ്മോഗ് ഉണ്ടാകുന്നത്. ഓക്കെ, ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ആൻഡ് അൺബേൺഡ് ഹൈഡ്രോകാർബൺസ്. ഇനി ഇത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് നാച്ചുറൽ ഹസാർഡ്സ് ഹാവ് ദ ഹൈയസ്റ്റ് പൊട്ടൻഷ്യൽ ടു കോസ് ഡാമേജ് ടു ഹ്യൂമൻസ്? earthquakes ആണോ, ഫോറസ്റ്റ് ഫയർസ് ആണോ, വോൾക്കാനിക് ഇറപ്ഷൻസ് ആണോ, ഡ്രൗട്ട്സ് ആൻഡ് ഫ്ലഡ്സ് ആണോ? ഏതാന്ന് ഒരു ഐഡിയ ഉണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഏതായാലും രണ്ട് ഓപ്ഷൻ നമുക്ക് മാറ്റാം അല്ലെ. ഫോറസ്റ്റ് ഫയറും അല്ല, വോൾക്കാനിക് ഇറപ്ഷനും അല്ല. കമ്പയർ ടു earthquakes, ഡ്രൗട്ട്സ് ആൻഡ് ഫ്ലഡ്സ്, ഇത് രണ്ടും ആയിരിക്കില്ല. ഇനി ഈ രണ്ടെണ്ണത്തിൽ ഏതായിരിക്കാം? earthquakes ആണോ, ഡ്രൗട്ട് ആൻഡ് ഫ്ലഡ്സ് ആണോ? earthquakes അല്ല. പക്ഷെ എനിക്കും ആദ്യം earthquakes ആണ് തോന്നിയത്. പക്ഷെ ആക്ച്വലി എന്താണെന്നറിയോ, ഡ്രൗട്ട്സ് ആൻഡ് ഫ്ലഡ്സ് ആണ് ഏറ്റവും പൊട്ടൻഷ്യൽ ഉള്ളത് ഡാമേജ് ടു ഹ്യൂമൻസ്. ദേ ആർ ദ ഹയസ്റ്റ്, ദീസ് ഹാവ് ദ ഹയസ്റ്റ് പൊട്ടൻഷ്യൽ ടു കോസ് ഡാമേജ്. അപ്പൊ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല ആൻസർ. earthquakesനെക്കാളും മോസ്റ്റ് പൊട്ടൻഷ്യൽ ആണ് ഡ്രൗട്ട്സും ഫ്ലഡ്സും. മനസ്സിലായില്ലേ? അപ്പൊ അതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. ഡ്രൗട്ട്സ് ആൻഡ് ഫ്ലഡ്സ് ആർ ദ natural hazards which have the highest potential to cause damage to humans. In the percentage share of renewable energy sources in the power production in India is around 2 to 3 ആണോ, 22 to 25% ആണോ, 10 to 12 ആണോ, 1 less than 1% ആണോ? അപ്പൊ കണ്ടോ പെർസെന്റേജ്
റിന്യൂവബിൾ എനർജി സോഴ്സ്. ഇതും ഞാൻ കഴിഞ്ഞ എല്ലാ ക്ലാസ്സിലും റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ്. റിന്യൂവബിൾ എനർജി സെക്ടർ പഠിച്ചുകൊണ്ട് പോവുക. പിന്നെ പല തരത്തിലാണ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത. ഇപ്പൊ ഇങ്ങനെ വരാം അല്ലേ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതൊക്കെ സോഴ്സസ്, ഏതൊക്കെയാണ് റിന്യൂവബിൾ എനർജി സോഴ്സസ്, അങ്ങനെ പല പല രീതിയിൽ ഇത് വരാം. അപ്പൊ അതുകൊണ്ട് നിങ്ങളത് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. പെർസെൻറ്റേജ് ഇപ്പോൾ 10 to 12% ആണ് പറയുന്നത് കേട്ടോ. പവർ പ്രൊഡക്ഷനിൽ ഇന്ത്യയുടെ പെർസെൻറ്റേജ് എത്രയാണ്? വെൻ ഇറ്റ് കംസ് ടു റിന്യൂവബിൾ എനർജി സോഴ്സസ് ഇറ്റ് ഈസ് ആക്ച്വലി 10 to 12%. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ സോഴ്സ് ഓഫ് മീതെയിൻ? മീതെയിന്റെ സോഴ്സ് ഏതാണ് എന്നുള്ളത് നിങ്ങൾ കുറച്ച് വായിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റും. വെറ്റ്ലാൻഡ്സ് ആണോ, ഫോം ഇൻഡസ്ട്രി ആണോ, തെർമൽ പവർ പ്ലാന്റ്സ് ആണോ, സിമെന്റ് ഇൻഡസ്ട്രി ആണോ? വെറ്റ്ലാൻഡ്സ് ആണ് മീത്തേന്റെ ഒരു സോഴ്സ്. ബിക്കോസ് ബയോഡിഗ്രേഡബിൾ സബ്സ്റ്റൻസസിൽ നിന്നും കൂടുതലും എമിറ്റ് ചെയ്യുന്ന ഒരു ബയോഗ്യാസ് ഇല്ലേ, അങ്ങനത്തെ സോഴ്സസിൽ നിന്നും കൂടുതൽ എമിറ്റ് ചെയ്യുന്നത് മീത്തേൻ ആണ്. അപ്പോൾ യു ക്യാൻ വെരി വെൽ സേ ദാറ്റ് വെറ്റ്ലാൻഡ്സ് ആർ ഗുഡ് സോഴ്സസ് ഓഫ് മീത്തേൻ വെൻ കമ്പയർഡ് ടു അതർ ഇൻഡസ്ട്രീസ്. ഇൻഡസ്ട്രീസിൽ നിന്നും മീത്തേൻ എമിഷൻ റിലേറ്റീവ്ലി പുവർ ആണ്. ഈ പറയുന്ന ഓർഗാനിക് വേസ്റ്റിൽ നിന്നും അതുപോലെ തന്നെ വെറ്റ്ലാൻഡ്സ് അതേപോലത്തെ ഉള്ള ഒരു നാച്ചുറൽ സർഫസിൽ നിന്നുമാണ് കൂടുതൽ മീത്തേൻ എമിഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, വെറ്റ്ലാൻഡ്സ്. ഇനി മിനമാത്ത ഡിസാസ്റ്റർ ഇൻ ജപ്പാൻ വാസ് കോസ്ഡ് ബൈ പൊല്യൂഷൻ ഡ്യൂ ടു, ഇതും നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിച്ചുകൊണ്ട് വരുന്നതാണ്. മിനമാത്ത ഏതാണ്, ഏത് കോമ്പൗണ്ട് ആണ് മിനമാത്ത കോസ് ചെയ്യുന്നത്? ലെഡ് ആണോ, മെർക്കുറി ആണോ, കാഡ്മിയം ആണോ, സിങ്ക് ആണോ? യെസ്, വെരി ഗുഡ്, മെർക്കുറി അല്ലേ. അത് നമ്മൾ പ്രൈമറി ക്ലാസ്സസിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. മിനമാത്ത ഡിസാസ്റ്റർ ഇസ് കോസ്ഡ് ബൈ ദ പൊല്യൂഷൻ ഡ്യൂ ടു മെർക്കുറി. അടുത്ത ക്വസ്റ്റ്യൻ, ബയോമാഗ്നിഫിക്കേഷൻ മീൻസ് ഇൻക്രീസ് ഇൻ വാട്ട്? ഇസ് ഇറ്റ് ഇൻക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് പൊല്യൂട്ടൻസ് ആണോ, ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് സ്പീഷീസ് ആണോ, ഓർ ഇസ് ഇറ്റ് ദ സൈസ് ഓഫ് ലിവിംഗ് ഓർഗാനിസംസ് ആണോ, ഓർ ബയോമാസ് ആണോ? ഇതും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. വാട്ട് ഈസ് ബയോമാഗ്നിഫിക്കേഷൻ? DDTയുടെ എക്സാമ്പിൾ ഒക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. DDT കോസസ് ബയോമാഗ്നിഫിക്കേഷൻ അല്ലേ. വാട്ട് ഈസ് ഇറ്റ് ആക്ച്വലി? യെസ്, കറക്റ്റ്. ഇറ്റ് ഈസ് ആക്ച്വലി ദ ഇൻക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് പൊല്യൂട്ടൻസ്. ലിവിംഗ് ഓർഗാനിസത്തിൽ പിന്നെ പൊല്യൂട്ടൻസിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ്, ഓരോ ട്രോഫിക് ലെവൽ ചെല്ലുമ്പോഴും അതിന്റെ ലെവൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. അങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇറ്റ് ഇസ് കോൾഡ് എസ് ബയോമാഗ്നിഫിക്കേഷൻ. സോ ഇറ്റ് ഈസ് ആക്ച്വലി റിലേറ്റഡ് ടു ദ കോൺസെൻട്രേഷൻ ഓഫ് പൊല്യൂട്ടൻസ് ഇൻ ലിവിംഗ് ഓർഗാനിസംസ്. ദാറ്റ് ഇസ് ബയോമാഗ്നിഫിക്കേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, Nagoya protocol is related to what? Is it climate change, ozone depletion, hazardous waste ആണോ, ബയോഡൈവേഴ്സിറ്റി ആണോ? നഗോയ പ്രോട്ടോകോൾ ഇത് ഒരു ഞാനിത് മുന്നേ കേട്ടിട്ടില്ല കേട്ടോ, നഗോയ പ്രോട്ടോകോൾ. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മള് അറിയാത്തതും കേൾക്കാത്തതും കുറെ ടേംസ് ഉണ്ടാവും. അപ്പം ഇതൊക്കെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ റെഫറൻസ് മെറ്റീരിയൽസിൽ കൂടി റെഫർ ചെയ്തെടുക്കുക. ബുക്സ് ഉണ്ട്, റെഫറൻസ് മെറ്റീരിയൽസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ നെറ്റിൽ തന്നെ ഇപ്പം പ്രീവിയസ് പേപ്പേഴ്സ് ഇനിയും ഇതിൽ കൂടുതലുണ്ട്. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തതിലും കൂടുതൽ ഇനിയും ഉണ്ട്, കുറെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. അതെല്ലാം ഒന്ന് ഓടിച്ചു നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ പുതിയ പുതിയ കാര്യങ്ങൾ വി വിൽ ബി ഗെറ്റിംഗ് ടു നോ. ഓക്കെ, അപ്പൊ എനിക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യം നിങ്ങൾക്ക് അറിയാനുണ്ടാവും, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് എനിക്ക് അറിയാനുണ്ടാവും. അങ്ങനെ ഒരു എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ കൂടി നടത്തുക. നിങ്ങൾ ഫ്രണ്ട്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോട്ട്സ് ഷെയർ ചെയ്യുക. അങ്ങനെ ഒക്കെ നമുക്ക് കൂടുതൽ നോളജ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഹിയർ നഗോയ പ്രോട്ടോകോൾ ഇസ് ആക്ച്വലി റിലേറ്റഡ് ടു ബയോഡൈവേഴ്സിറ്റി. Okay, the Nagoya Protocol was adopted by the Convention of Biological Diversity in Nagoya. Actually, Nagoya is a city in Japan in the year October 2010. Okay, so it is Nagoya Protocol on access to genetic resources and the fair and equitable sharing of benefits arising from their utilization. ഇത്രയാണ് ഈ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് കേട്ടോ, ഇത്രയാണ്. See, Nagoya Protocol on access to genetic resources and the fair and equitable sharing of benefits arising from their utilization. So, you have to actually aim on equitable sharing. Adana avരുടെ objective. Sharing should be made equitable, equally shared. The benefits should be equally shared.
And so it is actually a global agreement that implements the access and benefit sharing obligations of the Convention on Biological Diversity. So actually, the term, the option is biodiversity. Okay, Nagoya Protocol. The second most important source after fossil fuels contributing to India's energy needs. അപ്പം ഫോസൽ ഫ്യൂൽസ് മൊത്തമായിട്ട് പറഞ്ഞേക്കാണ്, റിന്യൂവബിളോ നോൺ റിന്യൂവബിളോ അങ്ങനെ ചോദിച്ചിട്ടില്ല. അപ്പോ ഇതില് ഫോസൽ ഫ്യൂൽ ആണല്ലോ നമ്മൾ ഇന്ത്യ മേജറായിട്ട് ഇപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്ന ഫോസൽ ഫ്യൂൽസ് ആണ്. ബട്ട് വി ആർ ആക്ച്വലി on a path to transform this fossil fuels to renewable resources. Fossil fuels in the dependency korachittu, we are actually aiming to switch over to renewable source of energy, mainly solar energy, wind power, etc. So, but at present, we are actually mainly depending on fossil fuels only. So, after fossil fuels, which is a major source of energy which India is depending upon, is it solar energy? Is it nuclear energy? Is it hydropower? Or wind energy? Okay, solar energy alla, we are depending mainly on hydropower. ഹൈഡ്രോപവർ ആണ് ഇപ്പോഴും നമ്മൾ ഡിപ്പെൻഡ് ചെയ്തേക്കുന്നത്. പക്ഷേ സ്ലോലി ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ടു സ്വിച്ച് ഓൺ ടു സോളാർ പവർ. അപ്പോൾ ചിലപ്പോൾ ഇനിയിപ്പോൾ ഒരു 1 year 2 year ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഇത് ആൻസർ സോളാർ പവർ ആയേക്കാം. മനസ്സിലായില്ലേ? ബിക്കോസ് അങ്ങനെ ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബട്ട് അറ്റ് പ്രസന്റ് വി ആർ മോസ്റ്റ്ലി ഡിപ്പെൻഡിങ് ഓൺ ഹൈഡ്രോ പവർ ഉള്ളി. കംപ്ലീറ്റ് സ്വിച്ച് ഓവർ ടു സോളാർ പവർ ആയിട്ടില്ല. മേജർലി നമ്മളിപ്പോൾ ഡാംസ് വഴിയുള്ള ഹൈഡ്രോ പവർ ആണ് ഇപ്പോഴും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ, ഇന്ത്യക്ക് ഗ്രേറ്റസ്റ്റ് പൊട്ടൻഷ്യൽ ഏതാന്ന് ചോദിക്കുന്നുണ്ട് ഇനിയുള്ള ക്വസ്റ്റ്യൻ. അത് ശരിക്കും നമുക്ക് സോളാർ പവർ ആണ്. സോളാർ പവർ നമ്മൾ ആണ് കൂടുതലും നമുക്ക് പൊട്ടൻഷ്യൽ ഉള്ളത്. ബട്ട് ഇഫേർട്സ് ആർ ബീങ് മെയ്ഡ് ഉള്ളി. സ്ലോലി വി ആർ ഗോയിങ് ഓൺ ഫോർ ദ ട്രാൻസിഷൻ. ബട്ട് 100% നമ്മൾ സോളാർ പവറിലോട്ട് ആയിട്ടില്ല. ഓക്കെ ഓക്കെ, ഇനി നമുക്കൊരു 5 minutes ബ്രേക്ക് എടുക്കാം കേട്ടോ. വിൽ കം ബാക്ക് ആഫ്റ്റർ 5 minutes. ഓക്കെ okay, let's come back. So next question. So in the case of earthquakes, an increase of magnitude 1 on Richter scale implies, so earthquakes ഞാൻ പറഞ്ഞില്ലേ അത് ഒന്ന് നോക്കിക്കൊണ്ട് പോവാ. പ്രത്യേകിച്ച് ഇപ്പം earthquakesന്റെ ഒരു റീസെന്റ് ആയിട്ട് നമ്മൾ നേപ്പാളിന്റെ ഒക്കെ കേട്ടൂല്ലേ. അപ്പം maybe questions can be asked. It's not very sure that it may be asked. ഒരു ഷുവർ 50% ചാൻസേ ഉള്ളൂ. എന്നാലും നോക്കിക്കൊണ്ട് പോവാ കേട്ടോ. 10-fold increase ആണോ? ഓക്കെ, 10-fold increase in the amplitude of seismic waves ആണോ? 10-fold increase in the energy of seismic waves ആണോ? 2-fold increase in the amplitude of seismic waves ആണോ? 2-fold increase in the energy of seismic waves ആണ്. അപ്പം ഇതിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടിയല്ലേ? ആംപ്ലിറ്റ്യൂഡ്, എനർജി, സീസ്മിക് വേവ്സ്. ഓ, ഇത്രയും കാര്യങ്ങൾ earthquakesന്റെ റിലേറ്റഡ് ആയിട്ടുള്ളത് നോക്കിക്കൊണ്ട് പോവാ. സോ ആക്ച്വലി ഇറ്റ് ഇസ് 10-fold increase in the amplitude of seismic waves. അതാണ് ഇംപ്ലൈ ചെയ്യുന്നത്. വെൻ യു സേ ദാറ്റ് റിച്ചർ സ്കെയിലില് ഒരു റിച്ചർ സ്കെയിലിൽ 1 increase എന്ന് പറഞ്ഞാൽ ഇറ്റ് ആക്ച്വലി ഇംപ്ലൈസ് എ 10-fold increase in the amplitude of seismic waves, right? Then irritation in ice is caused by which of the pollutant? Sulfur dioxide ആണോ, ഓസോൺ ആണോ, പാൻ ആണോ, നൈട്രസ് ഓക്സൈഡ് ആണോ? ആക്ച്വലി ഇതും നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു പോകേണ്ടതാണ്. ഓരോ പൊല്യൂട്ടൻസും പിന്നെ നമുക്ക് കോസ് ചെയ്യുന്ന ഇറിറ്റേഷൻ എങ്ങനെയൊക്കെയാണ്, ഹൗ ഇറ്റ് അഫക്ട്സ് അവർ ബോഡി പാർട്സ്. ലങ്സ്, ഐസ്, ഇതാണ് കൂടുതലും നേസൽ പാർട്സ്. ഇതൊക്കെയാണ് കൂടുതലും നമുക്ക് എയർ പൊല്യൂട്ടൻസ് കാരണം ഉണ്ടാവാൻ സാധ്യതയുള്ള ട്രബിൾസ്. അപ്പോൾ ഐ ഇറിറ്റേഷൻ മെയിൻലി കോസ് ചെയ്യുന്നത് it is actually caused by the pollutant pan, peroxy acetyl nitrate. കേട്ടിട്ടുണ്ടോ pan? That is actually the short form of peroxy acetyl nitrate. It is an oxidant which is more stable than ozone. Okay, hence it is more capable of long range transport than ozone. It serves as a carrier for oxides of nitrogen in rural regions and causes ozone formation in the global troposphere. നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞതേ ഉള്ളൂ അല്ലേ? നൈട്രസ് ഓക്സൈഡും പിന്നെ കാർബൺ മോണോക്സൈഡും ഈ ഓക്സൈഡ്സ് മറ്റേ
ഫോർമാൽഡിഹൈഡ് പോലുള്ള ഓക്സൈഡ്സ് കമ്പൈൻ ചെയ്ത് യു ഗെറ്റ് സെക്കൻഡറി പൊല്യൂട്ടൻസ്. ഓക്കെ, അപ്പം അതേപോലെയുള്ള ഒരു സെക്കൻഡറി പൊല്യൂട്ടന്റ് ആണ് ഈ പാൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആക്ച്വലി കോസിങ് ഐ ഇറിറ്റേഷൻ. ഓക്കെ, നൗ വിച്ച് ഈസ് ദ സോഴ്സ് ഓഫ് ക്ലോറോ ഫ്ലൂറോ കാർബൺസ്? അപ്പോൾ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഏതായിരിക്കും ഉത്തരം? തെർമൽ പവർ പ്ലാന്റ്സ് ആണോ, ഓട്ടോമൊബൈൽസ് ആണോ, റെഫ്രിജറേഷൻ ആണോ, ഫെർട്ടിലൈസേഴ്സ് ആണോ? അല്ലേ, ഇതിപ്പോ നിങ്ങൾക്ക് ആൻസർ സിമ്പിൾ ആണ്. ഇറ്റ് ഈസ് ആക്ച്വലി കോസ്റ്റ് ബൈ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്. അപ്പം ഇതിന് നമുക്ക് വേറെ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. ഇറ്റ്സ് ആൻസർ ഇസ് സിമ്പിൾ. യു ഓൾ നോ ദറ്റ് ഇറ്റ് ഈസ് മെയിൻലി കോസ്റ്റ് ഫ്രം റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്. പക്ഷെ ഇപ്പോൾ കുറെയൊക്കെ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദി അപ്ലയൻസസ് ടുഡേ ആർ CFC ഫ്രീ. ഓക്കെ, പക്ഷെ വേറെ ഇൻഡസ്ട്രീസിനൊക്കെ ഇപ്പോഴും റിലീസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഓൾസോ ഹാസ് ടു ബി eliminated. Only then complete rejuvenation or healing of the ozone can take place. Ozone layer can take place. Now, which of the following is not a renewable natural resource? ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ, ഇതിൽ ഏതാണ് റിന്യൂവബിൾ അല്ലാത്തത്? ക്ലീൻ എയർ ആണോ, ഫെർട്ടൈൽ സോയിൽ ആണോ, ഫ്രഷ് വാട്ടർ ആണോ, സോൾട്ട് ആണോ? നോട്ട് എ റിന്യൂവബിൾ, ദാറ്റ് ഇസ് നോൺ റിന്യൂവബിൾ നാച്ചുറൽ റിസോഴ്സ് ഏതാണ്? ഓപ്ഷൻസ്, എനി ഐഡിയ? ഒന്ന് ഗസ് ചെയ്തേ. എയർ ആണോ, സോയിൽ ആണോ, വാട്ടർ ആണോ, സോൾട്ട് ആണോ? ആർക്കും അറിയില്ല? ആക്ച്വലി ഇറ്റ് ഇസ് സോൾട്ട്. സോൾട്ട് എന്ന് പറഞ്ഞാൽ സോഡിയം ക്ലോറൈഡ് ആണ് അല്ലേ? ഇറ്റ് ഇസ് എ മിനറൽ. See, it is not considered as to be a renewable resource. It is a non-renewable resource because the time scale for self-replenishing is too long. As a self-fighter replenish and it will take so much of time. So it is considered as a non-renewable നാച്ചുറൽ റിസോഴ്സ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ മിനറൽസ് ഒക്കെ, ഇപ്പം സോഡിയം ക്ലോറൈഡ്, അത് ഫോസ്ഫേറ്റ്സ്, അങ്ങനത്തെ മിനറൽസ് ഒക്കെ വരുവാണെങ്കിൽ നിങ്ങളത് നോൺ റിന്യൂവബിൾ കാറ്റഗറി തന്നെ പെടുത്തണം. മനസ്സിലായില്ലേ? ഇപ്പൊ സോൾട്ട് എന്ന് നമുക്ക് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നും അതെന്താ റിന്യൂവബിൾ അല്ലേ, ബട്ട് ഇറ്റ് ഈസ് റിന്യൂവബിൾ ഇൻ ദ സെൻസ് ഇറ്റ് ടേക്ക് സോ മച്ച് ഓഫ് ഇയേഴ്സ്. അപ്പൊ അങ്ങനെ വരുമ്പം ഇറ്റ് ആസ് ആക്ച്വലി കൺസിഡർഡ് ആസ് എ നോൺ റിന്യൂവബിൾ നാച്ചുറൽ റിസോഴ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ. Which of the following parameters is not used as pollution indicator in water? ഇതും എളുപ്പമാണ്. ടോട്ടൽ ഡിസോൾവ് സോളിഡ്സ് ഓർ അതർവൈസ് യു കോൾ ഇറ്റ് എസ് TDS ആണോ, കോളിഫോം കൗണ്ട് ആണോ, ഡിസോൾവ് ഓക്സിജൻ ഓർ DO ആണോ, ഡെൻസിറ്റി ആണോ? ഏത് പാരാമീറ്റർ ആയിരിക്കാം വിച്ച് ഇസ് നോട്ട് കൺസിഡേർഡ് ആസ് എ പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ? നിങ്ങൾക്ക് വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സിനെ കുറിച്ചൊരു ബേസിക് ഐഡിയ ഉണ്ടാവണം കേട്ടോ. അപ്പം വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് ഏതൊക്കെ ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാറുള്ളത്? ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങളുടെ വീട്ടിൽ വെൽ വാട്ടർ ആണെങ്കിൽ യു ഷുഡ് ആക്ച്വലി ചെക്ക് ഫോർ ദ വാട്ടർ ക്വാളിറ്റി ഇൻഡിസസ്. അത് നിങ്ങൾക്ക് എന്തിനൊക്കെ യൂസ് ചെയ്യാം? നിങ്ങൾക്ക് ഡ്രിങ്കിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ നിങ്ങൾ ഡ്രിങ്കിങ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫിറ്റ് ആണോ? ഈസ് ഇറ്റ് ഫിറ്റ് ഫോർ ഡ്രിങ്കിങ് പർപ്പസസ് ഓർ പിന്നെ ഈസ് ഇറ്റ് ക്യാൻ ഇറ്റ് ബി യൂസ് ഫോർ ഇറിഗേഷൻ പർപ്പസസ്, വാട്ടറിംഗ് ദ പ്ലാന്റ്സ്, അതിനൊക്കെ യൂസ് ചെയ്യാമോ? അങ്ങനെയൊക്കെ നോക്കാൻ വേണ്ടി നമ്മൾ ടെസ്റ്റ് ചെയ്യും കുറച്ച് വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ്. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. കറക്റ്റ്, D ആണ് അല്ലെ. ഡെൻസിറ്റി ആണ് നമ്മൾ പൊതുവെ ചെക്ക് ചെയ്യാത്തത്, പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ ചെക്ക് ചെയ്യാത്തത് ഡെൻസിറ്റി ആണ്. ബാക്കി മൂന്നും വി യൂഷ്വലി ചെക്ക് ദ TDS, കോളിഫോം കൗണ്ട്, ഡിസോൾവ് ഓക്സിജൻ എക്സെട്ര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. S and P waves are associated with what? ഇത് നിങ്ങൾക്ക് എളുപ്പമാണ്. ഫ്ലഡ് ആണോ, വിൻഡ് എനർജി ആണോ, എർത്ത് ക്വേക്സ് ആണോ, ടൈഡൽ എനർജി ആണോ? വേഗം പറഞ്ഞേ. S and P waves. S and P waves D ആണോ അഖില പറഞ്ഞത്? D അല്ല കേട്ടാ. D മീൻസ് ടൈഡൽ എനർജി. അത് മാറിപ്പോയതാണോ? ടൈഡൽ എനർജി അല്ല, ഇറ്റ് ഈസ് ആക്ച്വലി എർത്ത് ക്വേക്സ്. C കറക്റ്റ്, C ആണ് കേട്ടോ, എർത്ത് ക്വേക്സ്. അതായത് S എന്ന് പറഞ്ഞാൽ സെക്കൻഡറി വേവ്സ്, P എന്ന് പറഞ്ഞാൽ പ്രൈമറി വേവ്സ് കേട്ടോ. അപ്പം എർത്ത് ക്വേക്കിന് പിന്നെ റിലേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് വേവ്സ് ആണ് സെക്കൻഡറി വേവ്സ് ആൻഡ് പ്രൈമറി വേവ്സ്. അത് ഇറ്റ് ഈസ് ആക്ച്വലി റിലേറ്റഡ് വിത്ത് എർത്ത് ക്വേക്ക്. ഓക്കെ, ഇനി ഇതും എളുപ്പമാണ്. ഇതൊന്ന് മാച്ച് ചെയ്ത് നോക്കിയേ. ഓസോൺ ഹോൾ, ഗ്രീൻ ഹൗസ് ഇഫക്ട്, നാച്ചുറൽ ഹസാർഡ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്.
റിലേറ്റിംഗ് ടു സുനാമി, UV റേഡിയേഷൻസ്, മീത്തേൻ ആൻഡ് ഇക്കോസെൻട്രിസം. ഏതായിരിക്കും ലിസ്റ്റ്? കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഞാൻ ഇത് എന്താണ് സ്ലൈഡ് ഷോ ആക്കുമ്പം സിസ്റ്റം ഹാങ് ആയി പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ സ്ലൈഡ് ഷോയിലോട്ട് ആക്കാത്തത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇപ്പൊ കുറച്ചും കൂടെ വിസിബിൾ ആണെന്ന് തോന്നുന്നു. ഓസോൺ ഹോൾ ഗ്രീൻ ഹൗസ് ഇഫക്ട്. ഓസോൺ ഹോൾ സുനാമി ആണോ, UV റേഡിയേഷൻസ് ആണോ, മീത്തേൻ ആണോ? ഓപ്ഷൻസ് ഒന്ന് നോക്കിയിട്ട് ഏതാന്ന് പറയാമോ? ഓസോൺ ഹോൾ, UV റേഡിയേഷൻസ് അല്ലെ? അപ്പൊ അതായത് നോക്കട്ടെ, ആരോ ഇട്ടിട്ടുണ്ടല്ലോ. എ ആണോ നമുക്ക് നോക്കാം. കറക്റ്റ്, എ ആണ്. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓസോൺ ഹോള്, UV റേഡിയേഷൻസ്, പിന്നെ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്, മീതെയിൻ, നാച്ചുറൽ ഹസാർഡ്, സുനാമി, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഇക്കോസെൻട്രിസം. കേട്ടോ, അപ്പൊ കണ്ടോ, നേരെ നേരെ ആൻസർ വരുന്നുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെയുണ്ട് കേട്ടോ. ചിലപ്പോ ഇത് അങ്ങനെ തന്നെ തരും, നേരെ നേരെ തന്നെ ആയിരിക്കും. ഇപ്പൊ ഓസോൺ ഹോൾ, UV റേഡിയേഷൻ, ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്, മീതെയിൻ, അങ്ങനെ തന്നെ ഓപ്ഷൻസ് നേരെ തന്നെ കാണും. അപ്പോൾ അങ്ങനെ പറഞ്ഞ് നിങ്ങൾ തെറ്റാന്ന് പറഞ്ഞ് തെറ്റ് മാർക്ക് ചെയ്യരുത് കേട്ടോ. അങ്ങനെ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന, മിസ്ലീഡ് ചെയ്യാൻ വേണ്ടി അങ്ങനെ തരാറുണ്ട്. അപ്പം യു ഷുഡ് ബി വെരി യു ഷുഡ് ഹാവ് ക്ലാരിറ്റി ഓൺ ദ ആൻസേഴ്സ്. അത്രയും നിങ്ങൾ പിന്നെ ക്ലിയർ ആയിരിക്കണം. എത്ര തന്നാലും കറക്റ്റ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്തോണം. മിസ്ലീഡ് ചെയ്യാൻ വേണ്ടി പലതും അവർ ശ്രമിക്കും, പക്ഷെ യു ഹാവ് ടു സ്റ്റിക്ക് ഓൺ വിത്ത് യുവർ ആൻസേഴ്സ്. അപ്പൊ അതാ പറഞ്ഞത്, ആൻസേഴ്സിന് നല്ല ക്ലാരിറ്റി വേണം. ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ല, ഇത്രയും നമ്മൾ പഠിച്ചത് നമുക്ക് മനസ്സിലായി അല്ലെ? എല്ലാ ഓപ്ഷൻസും കറക്റ്റ് ആണ്, പക്ഷെ ബെസ്റ്റ് ഓപ്ഷൻ ഏതാണ് അതാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അവിടെ അങ്ങനെ വേണം ചിന്തിക്കാൻ. മനസ്സിലായില്ലേ? അയ്യോ ഇതെല്ലാം ശരിയാണല്ലോ എന്ന് പറഞ്ഞ് ആലോചിച്ചോണ്ടിരിക്കില്ല. അതിൽ ഏറ്റവും ശരി ഏതാണ്, അതിൽ ആണ് നിങ്ങൾ പിന്നെ നോക്കേണ്ടത് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് പൊല്യൂട്ടൻസ് അഫക്ട്സ് ദ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻ ഹ്യൂമൻസ്? റെസ്പിറേറ്ററി ട്രാക്റ്റില് അഫക്ട് ചെയ്യുന്നത് കണ്ടോ. അപ്പൊ നമ്മൾ നേരത്തെ ഇറിറ്റേഷൻ നോക്കി, ഇപ്പൊ കണ്ടോ റെസ്പിറേറ്ററി ട്രാക്ട് ഏതാണ് അഫക്ട് ചെയ്യുന്നത്. അപ്പൊ അതും നിങ്ങൾ നോക്കണം. പൊല്യൂട്ടൻസ്, എയർ പൊല്യൂട്ടൻസ് ആണ് മേജർലി. ഏതൊക്കെ എയർ പൊല്യൂട്ടൻസ് ഏതൊക്കെ പിന്നെ ഓർഗൻസിനെ അഫക്ട് ചെയ്യുന്നു, ദാറ്റ് ഓൾസോ യു ഹാവ് ടു ലുക്ക് ഇൻ ടു. ഏതായിരിക്കാം? റെസ്പിറേറ്ററി ട്രാക്റ്റിനെ അഫക്ട് ചെയ്യുന്നതാണ് സൾഫർ ഡയോക്സൈഡ്. Sulfur dioxide contributes to respiratory symptoms in both healthy patients as well as those with underlying pulmonary disease. So sulfur dioxide is one of the pollutants which causes respiratory diseases. Next, which of the following pollutants is not emitted from the transport sector? ട്രാൻസ്പോർട്ട് സെക്ടറിൽ നിന്ന് എമിറ്റ് ചെയ്യാത്തത് ഏതാണ്? നൈട്രജൻ ഓക്സൈഡ്സ് ആണോ, ക്ലോറോഫ്ലൂറോ കാർബൺസ് ആണോ, കാർബൺ മോണോക്സൈഡ് ആണോ, പോളി അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് ആണോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഏതായിരിക്കാം? നമ്മൾ ഇതിന്റെ ആൻസർ ഒക്കെ നേരത്തെ ക്വസ്റ്റ്യൻസിലൊക്കെ മാർക്ക് ചെയ്ത് പോയതാ. ട്രാൻസ്പോർട്ട് സെക്ടറിൽ നിന്ന് എമിറ്റ് ചെയ്യാത്തത് ഏതാണ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? അറിയില്ല. CFCs, ക്ലോറോഫ്ലൂറോ കാർബൺസ്. ചാറ്റിൽ വന്നിട്ടുണ്ട്. കറക്റ്റ്, ബി ആണ് ഓപ്ഷൻ. ക്ലോറോഫ്ലൂറോ കാർബൺസ് ആണ് പിന്നെ ട്രാൻസ്പോർട്ട് സെക്ടറിൽ നിന്ന് എമിറ്റ് ചെയ്യാത്തത്. ഇറ്റ് ഈസ് ആക്ച്വലി എമിറ്റഡ് ഫ്രം ദിസ് ടൈപ്പ് ഓഫ് കണ്ടീഷണേഴ്സ് ആൻഡ് റെഫ്രിജറൻസ്. ഓക്കെ, ഇനി അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സോഴ്സസ് ഓഫ് എനർജി ഹാസ് മാക്സിമം പൊട്ടൻഷ്യൽ ഇൻ ഇന്ത്യ? അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞതാണ്. ഏറ്റവും പൊട്ടൻഷ്യൽ ഉള്ളത് ഏതിനാണ്? സോളാർ ആണോ, വിൻഡ് ആണോ, ഓഷൻ ആണോ, ടൈഡൽ എനർജി ആണോ? യെസ്, ഇറ്റ് ഈസ് ഓഷൻ, സോറി, സോളാർ എനർജി. സോളാർ എനർജി ഹാസ് ദ മാക്സിമം പൊട്ടൻഷ്യൽ ഇൻ ഇന്ത്യ കേട്ടോ. അപ്പം ഈ നമ്മൾ ഇന്റർനെറ്റ് നോക്കുമ്പം ഓപ്ഷൻസ് ചിലപ്പോൾ ആൻസേഴ്സ് തെറ്റായിട്ടും കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇച്ചിരിയൊക്കെ കൺഫ്യൂഷൻ ചില ആൻസേഴ്സിൽ തോന്നാറുണ്ട്. പക്ഷെ ഞാൻ മാക്സിമം ഫിൽട്ടർ ചെയ്തിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പം ചിലതിൽ വിൻഡ് എനർജി കൊടുത്തിട്ടുണ്ട്. അപ്പൊ വിൻഡ് എനർജിയും ഇന്ത്യക്ക് പോസിബിൾ ആണ്, പക്ഷെ മാക്സിമം പൊട്ടൻഷ്യൽ ഉള്ളത് സോളാർ എനർജി എന്നാണ് പറയുന്നത്. വെൻ സോളാർ എനർജി കഴിഞ്ഞിട്ട് ചിലപ്പോൾ വിൻഡ് ആയിരിക്കാം ഈ തന്ന ഓപ്ഷനിൽ. ഇവിടെ ഹൈഡ്രോ എനർജി ഇല്ല,
ഹൈഡ്രോ എനർജി ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ആൻസർ മാറിയേനെ. അപ്പം ഇപ്പോ നമുക്ക് ഉള്ള ഓപ്ഷൻസിൽ ഏറ്റവും കൂടുതൽ ഏതാന്ന് വെച്ചാൽ ഇറ്റ് ഇസ് സോളാർ. മനസ്സിലായില്ലേ? ഓക്കെ. Now, why is it because you opted for solar energy? Why? Because of its geographical location and abundant sunlight. India സംബന്ധിച്ചിടത്തോളം ഇല്ലേ, we have abundant sunlight because actually India is located in the tropical region, which receives high levels of solar radiation throughout the year. This makes solar energy a viable and sustainable source of power generation. Okay. Additionally, India has large landmass and vast rooftops that can be utilized for solar panel installations. The government also has implemented various policies and incentives to promote solar energy adoption, further enhancing its potential in the country. അല്ലേ, ഇന്ത്യക്ക് പൊതുവെ തന്നെ ഒരു ജോഗ്രഫിക്കൽ ലൊക്കേഷൻ അനുസരിച്ച് ഇന്ത്യ ഹാസ് വാസ്റ്റ് എമൗണ്ട് ഓഫ് സോളാർ എനർജി. ഓൾസോ ഇപ്പോൾ ഗവൺമെന്റ് ഹാസ് ഇൻട്രൊഡ്യൂസ് മെനി സ്കീംസ് ടു പ്രൊമോട്ട് സോളാർ എനർജി. സോ as a result of that, we can say that solar energy has the maximum potential in India. Now, next one. Which of the following is not a source of pollution in soil? Soil pollution. പിന്നെ ഏത് ഈ ഇത്രയും സെക്ടേഴ്സിൽ ഏതാണ് സോയിലിൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്നത്? ട്രാൻസ്പോർട്ട് സെക്ടർ ആണോ, അഗ്രികൾച്ചറൽ സെക്ടർ ആണോ, തെർമൽ പവർ പ്ലാന്റ്സ് ആണോ, ഹൈഡ്രോ പവർ പ്ലാന്റ്സ് ആണോ? ഇതും നിങ്ങൾക്കൊന്ന് തിങ്ക് ചെയ്താൽ കിട്ടാവുന്നേ ഉള്ളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ സോഴ്സ് ഓഫ് പൊല്യൂഷൻ ഇൻ സോയിൽ? അല്ല, ട്രാൻസ്പോർട്ട് സെക്ടർ അല്ല. ട്രാൻസ്പോർട്ട് സെക്ടർ പിന്നെ യെസ്, അത് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കും അറ്റ്മോസ്ഫിയറിലാണ് അല്ലെ കൂടുതൽ. പക്ഷെ അറ്റ്മോസ്ഫിയറിൽ കണ്ടൻസ് ചെയ്ത് അവസാനം നമ്മുടെ സോയിലോട്ട് വരാൻ സാധ്യതയുണ്ട് അല്ലെ. റെയിൻഫോൾ പ്രസിപ്പിറ്റേഷൻ വഴി സോയിലിൽ വരാൻ സാധ്യതയുണ്ട്. അഗ്രികൾച്ചർ സെക്ടറിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. തെർമൽ പവർ പ്ലാന്റ്സിലും വരാൻ സാധ്യതയുണ്ട്. കറക്റ്റ്, ഡി ആണ് ആൻസർ. ഹൈഡ്രോ പവർ പ്ലാന്റ്സ്. ഹൈഡ്രോ ഇലക്ട്രിസിറ്റി, ഹൈഡ്രോ നമ്മൾ മോസ്റ്റ്ലി അല്ലെ വാട്ടർ റിസോഴ്സസ് ആണ് നമുക്ക് പിന്നെ റിസോഴ്സ് ആയിട്ട് വരുന്നത്. അപ്പൊ അവിടെ പിന്നെ കൂടുതലും സോയിലിൽ നമുക്ക് സാധ്യതയില്ല. മനസ്സിലായില്ലേ? പൊല്യൂഷൻ ഫ്രീ, പൊല്യൂഷൻ ലെസ് ആണ് ഹൈഡ്രോ പവർ. അപ്പം മെയിൻലി ഹൈഡ്രോ പവർ പ്ലാന്റ്സ് ആണ് പിന്നെ സോയില് പൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. നോട്ട് എ സോഴ്സ് ഓഫ് പൊല്യൂഷൻ അല്ലെ. ഹൈഡ്രോ പവർ പ്ലാന്റ്സ് റിലേറ്റീവ്ലി ലെസ് പൊല്യൂഷൻ ഉണ്ടാക്കുന്ന സോഴ്സസ് ആണ്. അപ്പോ you can mark the answer as hydro power plants. ബാക്കി മൂന്നും അവസാനം ultimately it actually comes to the soil അല്ലെ, either in the form of precipitation. അപ്പം അതുകൊണ്ട് mainly these three sectors contribute to the pollution in soil, whereas D option is the correct one, hydro power plants. മനസ്സിലായില്ലേ? Okay. ഇനി which of the following is not a natural hazard? ഇതും എളുപ്പമാണ്. എർത്ത് ആണോ, സുനാമി ആണോ, ഫ്ലാഷ് ഫ്ലഡ്സ് ആണോ, ന്യൂക്ലിയർ ആക്സിഡൻസ് ആണോ? നാച്ചുറൽ ഹസാർഡ് അല്ലാത്തത്. യെസ്, കറക്റ്റ്. ന്യൂക്ലിയർ ആക്സിഡൻസ് അല്ലെ. ന്യൂക്ലിയർ ആക്സിഡൻസ് ആർ മോസ്റ്റ്ലി മാൻ മെയ്ഡ്. അപ്പൊ അത് ആണ് നാച്ചുറൽ ഹസാർഡ് അല്ലാത്തത്. ബാക്കിയൊക്കെ നേച്ചേഴ്സ് ഫ്യൂറി കാരണം അല്ലെങ്കിൽ നേച്ചറിന്റെ ഒരു ഇംബാലൻസ് കാരണം ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. എർത്ത് സുനാമി, ഫ്ലഡ്സ് എക്സെട്ര. നിങ്ങൾ കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കേട്ടോ, കുറച്ചൊക്കെ റെസ്പോൺസ് കൂടുന്നുണ്ട്. ഇക്കോളജിക്കൽ ഫുട് പ്രിന്റ് എന്ന് പറഞ്ഞാൽ എന്താ കേട്ടിട്ടുണ്ടോ? ഇക്കോളജിക്കൽ ഫുട് പ്രിന്റ്, നിങ്ങൾ കാർബൺ ഫുട് പ്രിന്റ് പോലെ വേറൊരു ടേം ആണ് ഇക്കോളജിക്കൽ ഫുട് പ്രിന്റ്. അപ്പൊ അത് രണ്ടും ഒന്നാണോ എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ ചോദിക്കുന്നത്. ഈ ഇക്കോളജിക്കൽ ഫുട് പ്രിന്റ് റിപ്രസെന്റ്സ് ഏരിയ ഓഫ് പ്രൊഡക്റ്റീവ് ലാൻഡ് ആൻഡ് വാട്ടർ ടു മീറ്റ് ദ റിസോഴ്സസ് റിക്വയർമെന്റ് ആണോ, എനർജി കൺസംഷൻ ആണോ, കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസ് പെർ പേഴ്സൺ ആണോ, ഫോറസ്റ്റ് കവർ ആണോ എന്നാ ചോദിക്കുന്നത്. ഇക്കോളജിക്കൽ ഫുട് പ്രിന്റ്. അപ്പൊ ഇതും ഒരു ടേം ആണ്, നിങ്ങൾ അത് മനസ്സിലാക്കണം. ആക്ച്വലി ഇക്കോളജിക്കൽ ഫുട് പ്രിന്റ് is a biological resource which represents the amount of biologically productive land and water area required to produce that material. അല്ലെ, ഒരു ബയോളജിക്കൽ റിസോഴ്സ് ഫോർ എക്സാമ്പിൾ ഒരു ക്രോപ്പോ ഒരു വെജിറ്റബിളോ നിങ്ങൾ എടുക്കൂ, അതിന്റെ ഇക്കോളജിക്കൽ ഫുട് പ്രിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇറ്റ് റെപ്രസെന്റ്സ് ദ എമൗണ്ട് ഓഫ് ബയോളജിക്കലി പ്രൊഡക്റ്റീവ് ലാൻഡ് ആൻഡ് വാട്ടർ ഏരിയ. അതിന് എത്രമാത്രം ലാൻഡ് ആൻഡ് എത്രമാത്രം റിസോഴ്സസ് വേണ്ടി വന്നു, എത്ര ലാൻഡ് വേണ്ടി വന്നു, എത്ര വാട്ടർ വേണ്ടി വന്നു ആ മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പം അതിന്റെ ഒരു കണക്കാണ് ഈ ഇക്കോളജിക്കൽ ഫുട് പ്രിന്റ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇനി ഇതുപോലെ കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ റിലീസ് ചെയ്യുന്ന the carbon which is emitted individually by person is called as carbon footprint.
അപ്പൊ നമ്മള് വി ഷുഡ് ആക്ച്വലി ട്രൈ ടു റെഡ്യൂസ് അവർ കാർബൺ ഫുട് പ്രിന്റ് അല്ലെ. പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്ന വഴി, പിന്നെ അതുപോലെ പിന്നെ എന്താണ് ഹെൽത്ത് സസ്റ്റൈനബിൾ വേസ് ഓഫ് ലിവിങ് അഡോപ്റ്റ് ചെയ്ത് നമ്മൾ നമ്മുടെ കാർബൺ ഫുട് പ്രിന്റ് കുറച്ചു കൊണ്ടുവരേണ്ടതാണ്. റൈറ്റ്. അപ്പോ ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഈസ് ഇറ്റ് ദ കാർബൺ ഡയോക്സൈഡ് എമിഷൻസ് പെർ പേഴ്സൺ ആണോ എന്ന്. അല്ല, അത് കാർബൺ ഫുട് പ്രിന്റ് ആണ്. ദിസ് ഇസ് ആക്ച്വലി ഇക്കോളജിക്കൽ ഫുട് പ്രിന്റ്. അപ്പൊ രണ്ടും രണ്ടാണ്. അതനുസരിച്ച് ഓപ്ഷൻ മാർക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ. ഇനി ഗംഗ ആക്ഷൻ പ്ലാൻ വാസ് ഇനിഷ്യേറ്റഡ് ഡ്യൂറിംഗ് വിച്ച് ഇയർ? ഗംഗ ആക്ഷൻ പ്ലാൻ കേട്ടിട്ടുണ്ടോ? GAP എന്ന് സാധാരണ പറയും. ഇറ്റ് ഈസ് ആക്ച്വലി ഇനിഷ്യേറ്റഡ് ഇൻ ദ ഇയർ 1986. ഗംഗ ആക്ഷൻ പ്ലാൻ. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് ഈ പറഞ്ഞ റിവർ പ്രോഗ്രാം, വാട്ടർഷെഡ് പ്രോഗ്രാം, അങ്ങനെ മേജർ റിവേഴ്സ് ക്ലീൻ ചെയ്യുന്ന കുറച്ച് പിന്നെ പ്രോഗ്രാംസ് ഉണ്ടാവും, പ്രോജക്ട്സ് ഒക്കെ. അപ്പൊ അതിൽ നിന്നും സാധ്യതയുണ്ട് ചോദ്യങ്ങൾ വരാൻ കേട്ടോ. അടുത്തത്, ഐഡന്റിഫൈ ദ കറക്റ്റ് സീക്വൻസ് ഓഫ് എനർജി സോഴ്സസ് ഇൻ ഓർഡർ ഓഫ് ദെയർ ഷെയർ ഇൻ പവർ സെക്ടർ ഇൻ ഇന്ത്യ. അപ്പോ ഇവിടെ നോക്കൂ, ഇവിടെ സോളാർ ഇല്ല, ഓരോ ഓപ്ഷനും സോളാർ ഇല്ല. ബാക്കിയുള്ളത് എന്തൊക്കെയാണ്? തെർമല്, ഹൈഡ്രോ, ന്യൂക്ലിയർ, വിൻഡ്. ഇത്രയും ഓപ്ഷൻസ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചു ഇട്ടേക്കുന്നത്. അപ്പം ഏതാണ് ഇതിൽ കറക്റ്റ് ആണെന്നുള്ളത് നിങ്ങൾ നോക്കുക. അപ്പം രണ്ടെണ്ണത്തിൽ തെർമലാണ് ഫസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്, ഫോളോഡ് ബൈ ഹൈഡ്രോ ആൻഡ് ന്യൂക്ലിയർ. സോ ഇതിൽ ഏതായിരിക്കും നമ്മൾ കൂടുതൽ എനർജി ഇന്ത്യയില് പിന്നെ കൂടുതൽ എടുക്കുന്ന സോഴ്സ് ഏതാണ്? സീക്വൻസ് ഓഫ് എനർജി സോഴ്സസ് ഏതാണ് കൂടുതലായിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇസ് ഇറ്റ് തെർമൽ ഓർ ഇസ് ഇറ്റ് ഹൈഡ്രോ ഓർ ഇസ് ഇറ്റ് ന്യൂക്ലിയർ? സി ആണെന്ന് നമുക്ക് തോന്നും, ബട്ട് ആക്ച്വലി സി അല്ല, ഇറ്റ് ഈസ് ആക്ച്വലി തെർമൽ. കൂടുതൽ നമ്മൾ തെർമൽ സോഴ്സ് ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ ഉള്ളൂ ഹൈഡ്രോ, പിന്നെ ന്യൂക്ലിയർ, പിന്നെ വിൻഡ്. മനസ്സിലായില്ലേ? അപ്പോ ഇതൊക്കെ പറഞ്ഞില്ലേ, ഇതൊക്കെ കൺഫ്യൂസിംഗ് ആണ്. നിങ്ങളിപ്പോ നേരത്തെ നിങ്ങൾക്ക് തോന്നും ഹൈഡ്രോ ആണ് നേരത്തെ പഠിച്ചത്, പക്ഷേ ഹൈഡ്രോ നമ്മൾ പഠിച്ചത് വേറെ കോണ്ടെക്സ്റ്റിലാണ്. മനസ്സിലായില്ലേ? ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇവിടെ വരുന്നത് തെർമൽ ആണ് കൂടുതലും, പിന്നെ വരുന്നതാണ് ഹൈഡ്രോ, പിന്നെ ന്യൂക്ലിയർ, പിന്നെ വിൻഡ്. മനസ്സിലായില്ലേ? അപ്പൊ ഇതെല്ലാം ഒന്നും കൂടെ റിഫ്രഷ് ചെയ്ത് കേട്ടോ, മൾട്ടിപ്പിൾ ടൈംസ് വായിച്ചിട്ട് വേണം പോവാനേ. ഇനി നെക്സ്റ്റ് വൺ, ക്രോമിയം as a contaminant in drinking water in excess of permissible level causes what? ക്രോമിയം, അപ്പം ഇതും ഒരു ഫാക്റ്റ് ആണ്. ഹെവി മെറ്റൽസ്, ക്രോമിയം, ലെഡ്, മെർക്കുറി, അങ്ങനത്തെ മെറ്റൽസ് വാട്ടർ പൊല്യൂട്ടൻസ് ഉണ്ടല്ലോ, വാട്ടർ പൊല്യൂട്ടൻസ്. അപ്പൊ നമ്മൾ എയർ പൊല്യൂട്ടൻസ് പോലെ വാട്ടർ പൊല്യൂട്ടൻസും എന്തൊക്കെ ഡിസീസസ് ആണ് കോസ് ചെയ്യുന്നതെന്ന് നോക്കിക്കൊണ്ടു പോകണം. ഇറ്റ് ആക്ച്വലി ക്രോമിയം കോസസ് ലിവർ ആൻഡ് കിഡ്നി പ്രോബ്ലംസ്. മനസ്സിലായില്ലേ? ഇതുപോലെ ലെഡ് ഉണ്ടാകും, പിന്നെ ഫ്ലൂറിൻ, അങ്ങനെ മെർക്കുറി, കാഡ്മിയം, ഇതിന്റെ എല്ലാം ഡിസീസസ് നോക്കിക്കൊണ്ടു പോവാ. ഹിയർ ക്രോമിയം ആക്ച്വലി കോസസ് ലിവർ ആൻഡ് കിഡ്നി പ്രോബ്ലംസ്. നെക്സ്റ്റ് വൺ, ദ മെയിൻ പ്രിക്കേഴ്സേഴ്സ് ഓഫ് വിന്റർ സ്മോഗ്. വിന്റർ സ്മോഗ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എന്താ കാരണമാണ് വിന്റർ സ്മോഗ് ഉണ്ടാവുന്നത്? ഈസ് ഇറ്റ് ബിക്കോസ് ഓഫ് നൈട്രസ് ഓക്സൈഡ് ആൻഡ് ഹൈഡ്രോകാർബൺസ്, or because of NOx, nitrogen dioxides or nitrogen oxides and hydrocarbons ആണോ? സൾഫർ ഡയോക്സൈഡ് ആൻഡ് ഹൈഡ്രോകാർബൺസ് ആണോ? സൾഫർ ഡയോക്സൈഡ് ആൻഡ് ഓസോൺ ആണോ? ബി അല്ലെ? ബി നോക്കാം നമുക്ക്, ബി ആണോ എന്നുള്ളത്. അല്ല, ഇറ്റ് ഈസ് ആക്ച്വലി സൾഫർ ഡയോക്സൈഡ് ആൻഡ് ഹൈഡ്രോകാർബൺസ് ആണ് വിന്റർ സ്മോഗിന് കാരണമാവുന്നത്. വിന്റർ സ്മോഗ് കേട്ടോ. അപ്പോൾ അതും ഒന്ന് നോക്കുക. ഇപ്പോൾ സീസണൽ വൈസ് ആണ്. ചിലപ്പോൾ നമുക്ക് സ്മോക്ക് ഫോർമേഷൻ അവിടുത്തെ ഉള്ള ഒരു സിറ്റുവേഷൻസ് അനുസരിച്ച് മാറാം. ഇപ്പോ ഡൽഹിയിൽ സംഭവിച്ചിരിക്കുന്ന സ്റ്റബിൾ ബേണിംഗ് കാരണമായിട്ടുള്ള സ്മോഗാണ്. അപ്പം അതിന് ചിലപ്പോൾ അതിന്റെ ഒരു കോമ്പോസിഷൻ വേറെ ആയിരിക്കാം. ഇവിടെ പറയുന്നത് വിന്റർ സ്മോഗ്. അപ്പൊ അത് കൂടുതലും സൾഫർ ഡയോക്സൈഡും ഹൈഡ്രോകാർബൺസും ആണ് മെയിൻലി കോസ് ചെയ്യുന്നത്. ഓക്കെ, അതർ പൊല്യൂട്ടൻസ് ഇന്റർഫിയർ ചെയ്തില്ലെങ്കിൽ ഇറ്റ് ഇസ് മോസ്റ്റ്ലി കോസ്ഡ് ബൈ സൾഫർ ഡയോക്സൈഡ് ആൻഡ് ഹൈഡ്രോകാർബൺസ്. അപ്പൊ ഓരോ കണ്ടീഷൻ വൈസ്, കേസ് വൈസ് ചിലപ്പോൾ ചോദിക്കാം. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഓപ്ഷൻസ് മാറും. മെയിൻലി ഇറ്റ് ഇസ് കോസ്ഡ് ബൈ സൾഫർ ഡയോക്സൈഡ് ആൻഡ് ഹൈഡ്രോകാർബൺസ്, സ്മോഗ്. അണ്ടർസ്റ്റുഡ്? ഇനി ഫ്ലാഷ് ഫ്ലഡ്സ് ആർ കോസ്ഡ് വെൻ എങ്ങനെയൊക്കെയാണ്? ദി അറ്റ്മോസ്ഫിയർ ഇസ്
conductively unstable and there is considerable vertical wind shear. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് കുറച്ച് റിലേറ്റീവ്ലി ന്യൂ ടേംസ് ആയിരിക്കാം. കണ്ടക്റ്റീവ്ലി അൺസ്റ്റേബിൾ എന്താണ്, വെർട്ടിക്കൽ വിൻഡ് ഷിയർ എന്താണ്, പിന്നെ അറ്റ്മോസ്ഫിയർ സ്റ്റേബിൾ ആകുമ്പോഴാണോ, അറ്റ്മോസ്ഫിയർ ഇസ് കണ്ടക്റ്റീവ്ലി അൺസ്റ്റേബിൾ വിത്ത് നോ വെർട്ടിക്കൽ വിൻഡ് ഷിയർ ആണോ, വിൻസ് ആർ കാറ്റബാറ്റിക് എന്നാണോ, ഏതാണ്? അപ്പൊ ഞാൻ അതിന്റെ ഓപ്ഷൻസ് കറക്റ്റ് ഓപ്ഷന്റെ ഡിസ്ക്രിപ്ഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആക്ച്വലി ദ ഓപ്ഷൻ ഇസ് എ, വേർ ദ അറ്റ്മോസ്ഫിയർ ഇസ് കണ്ടക്റ്റീവ്ലി അൺസ്റ്റേബിൾ ആൻഡ് ദർ ഇസ് കൺസിഡറബിൾ വെർട്ടിക്കൽ വിൻഡ് ഷിയർ. കേട്ടോ, അപ്പൊ ഇത് ഞാനൊന്ന് വായിക്കാം. എന്താണ് ഈ കണ്ടക്റ്റീവ്ലി അൺസ്റ്റേബിൾ എന്ന് പറയുന്നത്, എന്താണ് വിൻഡ് ഷിയർ എന്ന് പറയുന്നത്? See, flash floods are caused when the atmosphere is convectively unstable. Means what? Means when there are rapid upward and downward motions of the air. അങ്ങനെ അപ്വേർഡും ഡൗൺവേർഡും എയറിന്റെ മോഷൻസ് വരുമ്പോഴാണ് റാപ്പിഡ്, അത് പതുക്കെയുള്ള മൂവ്മെന്റ് അല്ല, വെൻ ദർ ഇസ് റാപ്പിഡ് അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് കൺവെക്ഷൻ ഓർ ഡൗൺവേർഡ് മോഷൻ ഓഫ് എയർ, യു സേ ദാറ്റ് ദി അറ്റ്മോസ്ഫിയർ ഇസ് കൺവെക്റ്റീവ്ലി അൺസ്റ്റേബിൾ. Understood? അപ്പൊ ഇതിനോടൊപ്പം this instability when combined with considerable vertical wind shear. What is actually wind shear? Wind shear is a change in wind speed or direction. Okay, it is actually change in the wind speed. You call it as wind shear, which create an environment where thunderstorms can develop and produce heavy rainfall. Okay. So here, when this wind shear cause happens, it creates an environment where thunderstorms develop. So this convective instability allows for the uplift of warm moisture. And also the vertical shear helps to organize and sustain the storm system, leading to intense rainfall and potential flash flooding. അപ്പൊ ഇത് കുറച്ച് പുതിയ ടേംസ് ആണ്. ഇത് നമ്മുടെ ജോഗ്രഫിയില് ഈ എയർ സർക്കുലേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കുറച്ച് ടേംസ് ആണ്. ഇതെന്താണ്? കൺവെക്ഷൻ, കണ്ടക്ഷൻ, പിന്നെ വെർട്ടിക്കൽ വിൻഡ് ഷിയർ. സോ ഇത് കൂടുതൽ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പോകണമെന്നില്ല, പക്ഷെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇങ്ങനത്തെ ടേംസ് മനസ്സിലാക്കുക. സോ ദി ആൻസർ ഈസ് ദ അറ്റ്മോസ്ഫിയർ വെൻ ഇറ്റ് ഇസ് കൺവെക്റ്റീവ്ലി അൺസ്റ്റേബിൾ ആൻഡ് വെൻ ദർ ഇസ് കൺസിഡറബിൾ വെർട്ടിക്കൽ ഷിയർ വിൽ ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് ഫ്ലാഷ് ഫ്ലഡ്സ്. അപ്പൊ ഇപ്പോ നിങ്ങൾക്ക് അറിയാമല്ലേ, ഇപ്പം കൂടുതലായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഫ്ലാഷ് ഫ്ലഡ്സ്. സോ മേ ബി ഇത് അതിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്, അതും കൂടെ നോട്ട് ചെയ്തോളൂ കേട്ടോ. Now next is, in mega cities of India, the dominant source of air pollution എന്താണ്? ട്രാൻസ്പോർട്ട് സെക്ടർ ആണോ, തെർമൽ പവർ ആണോ, മുനിസിപ്പൽ വേസ്റ്റ് ആണോ, കമേഴ്ഷ്യൽ സെക്ടർ ആണോ? മെഗാ സിറ്റീസ് മീൻസ് മേജർ സിറ്റീസിൽ ഏറ്റവും കൂടുതൽ സോഴ്സ് ഏതായിരിക്കാം? ട്രാൻസ്പോർട്ട് സെക്ടർ ആണോ നമുക്ക് നോക്കാം. Yes, it is transport sector, അല്ലേ? Because transport sector is a dominant source of air pollution. Why? Because of the large number of vehicles, including cars, buses, motorcycles, which emit pollutants such as carbon monoxides, nitrogen oxides, and particulate matter. Okay, now the high congestion and traffic, which actually increases the problem, leading to poor air quality and negative health effects. Understood? അപ്പോൾ ദാറ്റ് ഇസ് നിങ്ങൾക്ക് അറിയാം, കൂടുതലും ട്രാൻസ്പോർട്ട് സെക്ടറിൽ നിന്നാണ് ഈ മെഗാ സിറ്റീസിൽ പൊല്യൂഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, നൗ നെക്സ്റ്റ് ഈസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് കവേർഡ് ഇൻ 8 മിഷൻസ് അണ്ടർ ദ ക്ലൈമറ്റ് ആക്ഷൻ പ്ലാൻ ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ? അപ്പോൾ ഇങ്ങനത്തെ ആക്ഷൻ പ്ലാൻസും പഠിക്കുക കേട്ടോ. 8 മിഷൻസ് ക്ലൈമറ്റ് ആക്ഷൻ പ്ലാൻ ഗവൺമെന്റ് പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 8 മിഷൻസ് ആണുള്ളത്. ഇതിൽ ഏതാണ് 8 മിഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇസ് ഇറ്റ് സോളാർ പവർ ഓർ വേസ്റ്റ് ടു എനർജി കൺവേർഷൻ ആണോ, അഫോറസ്റ്റേഷൻ ആണോ, ന്യൂക്ലിയർ എനർജി ആണോ? ഏതാണെന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ക്ലൈമറ്റ് ആക്ഷൻ പ്ലാൻ 8 മിഷൻസ്. അങ്ങനെയെങ്കിൽ ഇതിൽ ഏത് ഓപ്ഷനാണ്, ഏത് മിഷൻ? 8 മിഷൻസ് ഉണ്ട്, അതിൽ ഏത് മിഷനാണ് ഇതിൽ പറഞ്ഞിട്ടില്ലാത്തതാണ്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആൻസർ പിന്നെ ന്യൂക്ലിയർ എനർജിയാണ്. മനസ്സിലായില്ലേ? See, the National Action Plan on Climate Change was formally launched on June 30th, 2008. Okay. അപ്പോൾ ഇപ്പോൾ 2008, 2020 കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് നോക്കി വെച്ചേക്കുക. അതൊക്കെ 2008 ആ ഒരു പിന്നെ ഇയറിലാണ് ഈ ആക്ഷൻ പ്ലാനൊക്കെ പിന്നെ രൂപീകരിച്ചത്. അതിനുശേഷം എന്തെങ്കിലും പുതിയ ആക്ഷൻ പ്ലാൻ ഉണ്ടോ അങ്ങനെയൊക്കെ ഒന്ന് സെർച്ച് ചെയ്യാം.
As part of the climate change action program, the scheme has been extended up to 2025-26. മനസ്സിലായില്ല? അപ്പോൾ കണ്ടോ, ഇത്രയും വരെ 2008 ബിഗിൻ ചെയ്താലും 26 വരെ അത് എക്സ്റ്റെൻഡ് ചെയ്തു. സോ ഇപ്പോഴും അത് റെലവെന്റ് ആണ്. Here there are 8 national missions which form the core of NAPCC. ചിലപ്പോ NAPCC എന്താണ്, അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറയും, അങ്ങനെയും ചോദിക്കാം. Which is National Action Plan on Climate Change. Okay. It was actually formed in the year 2008. There are 8 missions. അതിൽ ഏതൊക്കെയാണ് 8 missions എന്ന് പറയുന്നത്? See, National Solar Mission. Okay, ഒന്നാമത്തത് നമുക്കറിയാം, we are switching on to renewable energy resource, mainly solar. Then National Mission for Enhanced Energy Efficiency. ഇതെല്ലാം നമ്മുടെ ആ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസുമായിട്ട് ലിങ്ക് ചെയ്ത് പോകുന്നതാണ്. റിന്യൂവബിൾ എനർജി ആണ് ഹൈലൈറ്റ്. നാഷണൽ മിഷൻ ഓൺ സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ്. അണ്ടർസ്റ്റുഡ്? സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ് അത് പിന്നെ തേർഡ് മിഷൻ ആണ്. ഇനി നാഷണൽ വാട്ടർ മിഷൻ. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫോർത്ത് മിഷൻ. ഇനി നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനിങ് ദ ഹിമാലയൻ ഇക്കോസിസ്റ്റം. റൈറ്റ്, ഹിമാലയൻ ഇക്കോസിസ്റ്റം ഇസ് ഓൾസോ ഒരു അല്ലെ മെഗാ, നമ്മൾ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്ന ഇന്ത്യയിൽ ഹോട്ട്സ്പോട്ട്, വൺ ഓഫ് ദ മെയിൻ ഹോട്ട്സ്പോട്ട് റീജൻസ് ആണ് ഹിമാലയൻ ഇക്കോസിസ്റ്റം. അപ്പം അതിന്റെ സസ്റ്റൈനബിലിറ്റി. ദെൻ നാഷണൽ മിഷൻ ഫോർ എ ഗ്രീൻ ഇന്ത്യ. That is also another mission. National Mission for Sustainable Agriculture. Sustainable Agriculture, another option, another mission. Then National Mission on Strategic Knowledge for Climate Change. Climate change knowledge-ഉം climate change information-ഉം very important ആണ്. അതുകൊണ്ടാണ് ഇപ്പം കോളേജസിലൊക്കെ കൂടുതൽ കോഴ്സസ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ഇസ് ബീങ് ഇനിഷ്യേറ്റഡ്. എന്താന്ന് വെച്ചാൽ people or the students need to know more about climate change. That is why, or the knowledge has to be enhanced among the students regarding climate change. So that is why many of the programs are being, most of the programs are related to climate change. പുതിയത് തുടങ്ങുന്ന മിക്ക കോഴ്സസും ഇപ്പൊ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് റിലേറ്റഡ് ആണ്. അതുപോലെ നിങ്ങൾ പുറത്തു പോകുമ്പോഴും കൂടുതൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉള്ളത് ക്ലൈമറ്റ് ചേഞ്ച് സെക്ടേഴ്സിലാണ്, പ്രോഗ്രാമും മാസ്റ്റേഴ്സും ഒക്കെ ഉള്ളത്. അപ്പൊ ഇതിലില്ലാത്ത ഒരു സംഗതിയാണ് ഏതാണ്? ന്യൂക്ലിയർ എനർജിയെ കുറിച്ച് പറഞ്ഞിട്ടില്ല. സോ ദ ഓപ്ഷൻ ഇസ് ഡി, ന്യൂക്ലിയർ എനർജി. ഇനി ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ്, അപ്പൊ അതിന്റെ ആ ഒരു ലെവലും നിങ്ങൾ കുറച്ച് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ഇപ്പൊ ഇവിടെ ചോദിച്ചേക്കുന്നത് TDS. TDSന്റെ ലെവല് എത്രയായിരിക്കാം വാട്ടർ ക്വാളിറ്റിയിൽ, മീൻ വാട്ടറിൽ പെർമിറ്റഡ് ആയിട്ടുള്ളത്? Concentration of TDS in drinking water should not exceed. അതൊരു ഡിസോൾവ് ഓക്സിജന്റെ നോർമൽ റേഞ്ച് മനസ്സിലാക്കുക. പിന്നെ സലൈനിറ്റി, പിന്നെന്താണ് TDSI, DOI, pH. നമ്മൾ നേരത്തെ പണ്ട് അല്ലെ ആദ്യത്തെ ക്ലാസ്സിലാണ് pH-നെ കുറിച്ച് കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആസിഡിക്, ന്യൂട്രൽ, ബേസിക്, ആൽക്കലൈൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം ഈ പ്രധാനപ്പെട്ട വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സിന്റെ റേഞ്ചും മനസ്സിലാക്കിക്കൊണ്ട് പോവാം. Okay, so here TDS actually, the permissible limit is 500 milligram per liter. Okay, that is the answer when you comes to TDS. പിന്നെ ചിപ്കോ മൂവ്മെന്റ് കേട്ടിട്ടില്ലേ? ചിപ്കോ മൂവ്മെന്റ് ആരാ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്? ഇതെല്ലാരും പറയണം. അരുന്ധതി റോയ് ആണോ, മേധ പട്കർ ആണോ, ഇലാ ഭട്ടാണോ, സുന്ദർലാൽ ബഹുഗുണയാണോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ കാര്യമല്ലേ ചിപ്കോ മൂവ്മെന്റ്? കേട്ടിട്ടില്ലേ ചിപ്കോ മൂവ്മെന്റിനെ കുറിച്ച്? പറയൂ, ആരാണ് ഇത് ഇനിഷ്യേറ്റ് ചെയ്തത്? ചിപ്കോ മൂവ്മെന്റ് ശില്പ സി ആണ് പറഞ്ഞത്. സി അല്ല ശില്പ, ആക്ച്വലി സുന്ദർലാൽ ബഹുഗുണയാണ് ചിപ്കോ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. സുന്ദർലാൽ ബഹുഗുണ വാസ് എ മാൻ, ഓർ ഹി വാസ് ദ എൻവയറമെന്റലിസ്റ്റ് ഹു സ്റ്റാർട്ടഡ് ഓർ ഇനിഷ്യേറ്റഡ് ദ ചിപ്കോ മൂവ്മെന്റ് കേട്ടോ. അപ്പൊ അത് കുറിച്ച് നിങ്ങൾ പിന്നെ ഒന്ന് സെർച്ച് ചെയ്ത് പഠിക്കുക. അത് ഇഷ്ടംപോലെ അതിന്റെ മെറ്റീരിയൽസ് ഉണ്ട്. അതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണ്, എപ്പോഴാണ് ഈ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അതിന് റെലവെന്റ് ആയിട്ടുണ്ട്. ഓക്കെ, സുന്ദർലാൽ ബഹുഗുണ. അപ്പൊ ഇദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു എൻവയറമെന്റലിസ്റ്റ് ആണ്. പിന്നെ അദ്ദേഹമാണ് ഈ ചിപ്കോ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഹിന്ദിയില് ചേർന്ന് നിൽക്കുക, ഒട്ടി നിൽക്കുക. അപ്പം ഈ അവിടുത്തെ സ്ത്രീകള് ഏത് സംസ്ഥാനമാണെന്ന് മറന്നുപോയി. അപ്പൊ അവര് ഈ
ഓഫീസേഴ്സ് മരം മുറിക്കാൻ വേണ്ടി വന്നപ്പോ സ്ത്രീകള് ട്രീസിനെ ഹഗ് ചെയ്ത് നിന്നു, കെട്ടിപ്പിടിച്ചു നിന്നു. അപ്പം ഹിന്ദിയിൽ അതിനെ ചിപ്കോ എന്ന് വെച്ചാൽ ഒട്ടിപ്പിടിച്ച് നിൽക്കുക, ചേർന്ന് നിൽക്കുക, അങ്ങനെയാണ് ആ പേര് വന്നത്. മരങ്ങളോട് ചേർന്ന് നിന്നു അവര്. അപ്പം അവർക്ക് തിരിച്ചു പോകേണ്ടി വന്നു. അങ്ങനെ ആ മൂവ്മെന്റിന്റെ പേര് ചിപ്കോ മൂവ്മെന്റ് എന്നായി. ഇറ്റ് ഈസ് ആക്ച്വലി ഇനിഷ്യേറ്റഡ് ബൈ ദ എൻവയറമെന്റലിസ്റ്റ് സുന്ദർലാൽ ബഹുഗുണ. The constituents of photochemical smoke responsible for eye irritation. അപ്പൊ നേരത്തെ നമ്മൾ ഐ ഇറിറ്റേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പഠിച്ചു അല്ലേ? അപ്പൊ ഇതേപോലെ ഏത് കോമ്പിനേഷനാണ് ഐ ഇറിറ്റേഷന് കോസ് ചെയ്യുന്നതാണ്? അപ്പൊ നോക്കുക, എല്ലാം നമുക്ക് ഒരേപോലെ തോന്നും ഇല്ലേ? സൾഫർ ഡൈ ഓക്സൈഡ് ഓസോൺ ആണോ, സൾഫർ ഡൈ ഓക്സൈഡ് നൈട്രജൻ ഡൈ ഓക്സൈഡ് ആണോ, ഇനി കാർബണേറ്റ്സ് ഹൈഡ്രജൻ കാർബണേറ്റ് ആൻഡ് പാൻ ആണോ, സൾഫർ ഡൈ ഓക്സൈഡ് ആൻഡ് SPM ആണോ? അപ്പൊ ഇതില് ഇതാണ് HCHO ആൻഡ് പാൻ കേട്ടോ. നമുക്ക് സൾഫർ ഡൈ ഓക്സൈഡ് പോലെ തോന്നും, ബട്ട് ആൻസർ ഈ കാർബണേറ്റ്സ് ആണ്. പാനും പിന്നെ ഈ ഹൈഡ്രോ കാർബൺസും ചേർന്നിട്ടുള്ള കോമ്പിനേഷൻ ആണ് കറക്റ്റ്. ശില്പ പറഞ്ഞത് കറക്റ്റ് ആണ്. ശില്പല്ല അഖില നോട്ട് ചെയ്ത കോമ്പിനേഷൻ കറക്റ്റ് ആണ്. HCHO ആൻഡ് പാൻ ആണ് ഐ റിട്ടൻഡ് ആയിട്ട് കോസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതും അസേർഷൻ റീസണിങ് ആണ്. So what is the statement given here? Some carbonaceous aerosols may be carcinogenic. That is the assertion. The reason given here is they may contain polycyclic aromatic hydrocarbons are called as PAHs. Polycyclic aromatic hydrocarbons. അപ്പൊ ഇതിന്റെ ഒക്കെ ഫുൾ ഫോം നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകണം. PAH എന്താണ്, പാൻ എന്താണ്, അതും ചോദിക്കാം. PH is polycyclic aromatic hydrocarbon. PAN is peroxy acetyl nitrate കേട്ടോ. അപ്പോ ഇവിടെ why these carbonaceous aerosols are carcinogenic? Is it that they contain polycyclic aromatic hydrocarbons ആണോ? അപ്പൊ both A and R are correct and R is a correct explanation of A ആണോ? Aയും Rഉം correct ആണ്, but R is not the correct explanation of A ആണോ? A correct, R false ആണ്. A is false but R is correct. ഇതെന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അപ്പൊ കണ്ടോ, ഇതൊക്കെ എയർ പൊല്യൂഷൻ റിലേറ്റഡ് ആണ്. ഒത്തിരി നമ്മൾ ഈ ഒരു സെഷനിൽ എയർ പൊല്യൂഷന്റെ ആണ് കൂടുതൽ നമ്മൾ കവർ ചെയ്ത് പോയത്. A ആണോ നമുക്ക് നോക്കാം. കറക്റ്റ് ആണ് കേട്ടോ. A and R are correct and R is a correct explanation of A. മനസ്സിലായില്ലേ? അതായത് why these carbonaceous aerosols is carcinogenic because it contains polycyclic aromatic hydrocarbons. അപ്പം polycyclic aromatic hydrocarbons എന്താണ്, അത് carcinogenic ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയേണ്ടി വരും. അതൊന്ന് നോക്കിയിട്ട് പോവാ കേട്ടോ. ഇനി വോൾക്കാനിക് ഇറപ്ഷൻസ് അഫക്ട് ഏതൊക്കെ റീജിയൻസ് ആണ് വോൾക്കാനിക് ഇറപ്ഷൻസ് അഫക്ട് ചെയ്യുന്നത്? അറ്റ്മോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ മാത്രമാണോ, ഹൈഡ്രോസ്ഫിയറും ബയോസ്ഫിയറും ആണോ, ലിത്തോസ്ഫിയർ, ബയോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ ആണോ, ലിത്തോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ ആണോ? ഏതൊക്കെയായിരിക്കാം? നമുക്ക് നോക്കാം. ഓപ്ഷൻസ് ഡി ആണ്. ഓപ്ഷൻ ഡി ലിത്തോസ്ഫിയറിനെ അഫക്ട് ചെയ്യും. ബിക്കോസ് അല്ലേ, നോർമലി അത് ഒരു ജിയോളജിക് ഫിനോമിനൻ ആണ്. അപ്പം സോ ഇറ്റ് അഫക്ട്സ് ദ ലിത്തോസ്ഫിയർ. പിന്നെ ഇറ്റ് അഫക്ട്സ് ദ വാട്ടർ ബോഡീസ്, ഹൈഡ്രോസ്ഫിയർ. ബിക്കോസ് ഇത് നമ്മൾ നേരത്തെ ലഹർ എന്നൊരു ഫിനോമിനൻ പറഞ്ഞു അല്ലേ, ആ ഫിനോമിനൻ കാരണം മോസ്റ്റ് ഓഫ് ദ വോൾക്കാനിക് ഇറപ്ഷൻസ് മെറ്റീരിയൽസ് ഇറ്റ്സ് ആക്ച്വലി പിന്നെ ഡിസെൻഡിങ് ഇൻ ടു ദ വാട്ടർ ബോഡീസ്. പിന്നെ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ അല്ലേ, ലാവ വോൾക്കാനിക് ഇറപ്ഷൻസ് വഴി എന്താ gases erupt ചെയ്യും അല്ലെ, gases are formed which actually is released in the atmosphere. So these three layers of the biosphere like lithosphere, hydrosphere and atmosphere is being affected by the volcanic eruptions, right? ഇനി which type of natural hazards causes maximum damage to property and lives? ഹൈഡ്രോളജിക്കൽ, ഹൈഡ്രോമെറ്റീരിയോളജിക്കൽ, ജിയോളജിക്കൽ ആൻഡ് ജിയോകെമിക്കൽ. ഓക്കെ, അപ്പൊ ഇത് നേരത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഏത് നാച്ചുറൽ ഹസാർഡ്സ് ആണ് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്നത്? നമ്മൾ എർത്ത് ഫ്ലഡ്സ് ഒക്കെ പഠിച്ചപ്പോ ഫ്ലഡ് ആണ് ആൻസർ ആയിട്ട് വന്നത്. പക്ഷെ ഇവിടെ ഇപ്പോ പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻ ഇസ് ജിയോളജിക്കൽ. അതായത് ഇപ്പൊ ലാൻഡ് സ്ലൈഡ്, എർത്ത് അങ്ങനത്തെ ഉള്ള ഒരു
ഫിനോമിനൻ ആണ് ഇവിടെ മാക്സിമം ഡാമേജ് ഉണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. യെസ്, ഫ്ലഡ് ആണ് നമ്മൾ ആദ്യം പഠിച്ചത്, ഫ്ലഡ്. പക്ഷേ ഇവിടെ പറയുന്നത് ജിയോളജിക്കൽ ഓപ്ഷനാ കൊടുത്തേക്കുന്നത്. ഫ്ലഡ് എർത്ത് ക്വേക്ക് എന്നുള്ള രീതിയിലല്ല. ഹൈഡ്രോളജിക്കൽ ഫിനോമിനൻ ആണോ, ഹൈഡ്രോ മെറ്റീരിയോളജിക്കൽ ആണോ, ജിയോളജിക്കൽ ആണോ? അങ്ങനെ ചോദിക്കുമ്പോൾ ആൻസർ വരുന്നത് ജിയോളജിക്കൽ ആണ്, ഇല്ലേ? അത് കൺഫ്യൂഷൻ ആയല്ലേ? അപ്പം ഇങ്ങനത്തെ കൺഫ്യൂസിങ് ഉണ്ടാവാൻ സാധ്യതയില്ല. ഇപ്പൊ റെയർ ആണ് ഇങ്ങനെയൊക്കെ ചോദിക്കുക. അത് ജിയോളജിക്കൽ എന്ന് പറയുമ്പോൾ എർത്ത് ക്വേക്ക് മാത്രമല്ല, ലാൻഡ് സ്ലൈഡ് ഒരു ജിയോളജിക്കൽ ഫിനോമിനൻ ആണ്, എർത്ത് ക്വേക്ക് ജിയോളജിക്കൽ ആണ്, പിന്നെ അതുപോലെ വോൾക്കാനിക് ഇറപ്ഷൻ ഒരു ജിയോളജിക്കൽ ആണ്. ഇനി ജിയോ കെമിക്കലിലും അത് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോ ഇവിടെ ഉത്തരം ജിയോളജിക്കൽ ആണ്, ഇറ്റ്സ് നോട്ട് ഹൈഡ്രോളജിക്കൽ. മനസ്സിലായില്ലേ? സോ അങ്ങനെ ചിലപ്പോ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള രീതിയിൽ വരാം. പിന്നെ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക, ആൻസർ ചെയ്യാം. ഇപ്പൊ നമുക്ക് ഓപ്ഷൻ ചിലപ്പോ കൺഫ്യൂസിങ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ആരെങ്കിലും ഒന്ന് ഇഷ്യൂ റേസ് ചെയ്താൽ നിങ്ങൾക്ക് അതിൽ മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ബിക്കോസ് ചില ഓപ്ഷൻസ് നമുക്ക് ഒരേപോലെ തോന്നും, കറക്റ്റ് ആവും, രണ്ട് ആൻസറും ചിലപ്പോൾ ഒരേപോലെ ആയിരിക്കാം. അങ്ങനെ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ മാർക്ക് ചെയ്താലും ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടും. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ഒരു കൺഫ്യൂസിങ് വരുമ്പോൾ പേടിക്കണ്ട, അതൊക്കെ മിക്കവാറും നിങ്ങൾക്ക് ഉത്തരം മാർക്ക് കിട്ടിപ്പോവാൻ സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഡയോക്സിൻസ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം ഏതാണ്? ഡയോക്സിൻസ് വേസ്റ്റ് ലാൻഡ്സ് ആണോ, പവർ പ്ലാന്റ്സ്, ഷുഗർ ഫാക്ടറീസ്, കമ്പഷൻ ഓഫ് പ്ലാസ്റ്റിക്സ്? ഡയോക്സിൻ നമ്മൾ പൊതുവെ കേൾക്കുന്ന ഒരു കാര്യമാണ് ഡയോക്സിൻ, അല്ലെ? അത് ഏത് ഒരു ഭയങ്കര ഒരു സംഭവം, അത് അല്ലെ, നമുക്ക് എൻവയറൺമെന്റ് വിപത്തായിട്ടുള്ള ഒരു സാധനം കത്തിക്കുമ്പോഴാണ് ഈ സംഭവം വരുന്നത്. അതായത് പ്ലാസ്റ്റിക്സ്, ഇല്ലേ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതാണ് നമ്മളോട് പറയുന്നത്, പ്ലാസ്റ്റിക്സ് ഒരിക്കലും കത്തിക്കാൻ പാടില്ല. ബിക്കോസ് അതിൽ നിന്നും വരുന്നത് harmful ആയിട്ടുള്ള ഗ്യാസസ് ആണ്, which can actually cause damage the atmosphere, cause pollution to the atmosphere, as well as damage human beings, cause damage to the human beings. So the option is D, which is combustion of plastics. ഇനി നമ്മൾ നേരത്തെ ഒരു ഇത് പഠിച്ചല്ലേ, ട്രാജഡി ഓഫ് കോമൺസ്. അതേപോലെ വേറൊരു സ്ലോഗൻ ആണ് ചോദിക്കുന്നത്. ദ സ്ലോഗൻ എ ട്രീ ഫോർ ഈച്ച് ചൈൽഡ് വാസ് കോയിൻഡ് ഫോർ വിച്ച് പ്രോഗ്രാം? സോഷ്യൽ ഫോറസ്ട്രി പ്രോഗ്രാമിനാണോ, ക്ലീൻ എയർ പ്രോഗ്രാമിനാണോ, സോയിൽ കൺസർവേഷൻ പ്രോഗ്രാമിനാണോ, എൻവയറമെന്റൽ പ്രൊട്ടക്ഷൻ പ്രോഗ്രാമിനാണോ? A tree for each child was coined for social forestry program. അപ്പം ഇതും ഞാൻ പറഞ്ഞില്ല, കുറച്ച് പ്രോഗ്രാംസ് ഇതുപോലെ ഗവൺമെന്റ് സ്കീംസ് ഉണ്ടാവും, അതിനെ കുറിച്ചും പഠിച്ചുകൊണ്ട് പോകും. അതിന് ഓരോ സ്ലോഗൻ ഉണ്ടാവും, ഓരോ സ്ലോഗൻ അല്ലെങ്കിൽ തീം ഉണ്ടാവും. അങ്ങനത്തെ തീംസ്, സ്ലോഗൻസ് ഇതെല്ലാം ഒന്ന് കവർ ചെയ്ത് പോവുക. ഇനി ദ മെയിൻ കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് ബയോഗ്യാസ്. ബയോഗ്യാസിന്റെ മെയിൻ കോൺസ്റ്റിറ്റ്യുവൻസ് ഏതാണ്? മീതെയിൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണോ, മീതെയിൻ ആൻഡ് നൈട്രിക് ഓക്സൈഡ് ആണോ, മീതെയിൻ ഹൈഡ്രജൻ ആൻഡ് നൈട്രിക് ഓക്സൈഡ് ആണോ, മീതെയിൻ ആൻഡ് സൾഫർ ഡൈ ഓക്സൈഡ് ആണോ? അറിയോ ബയോഗ്യാസിന്റെ കോൺസ്റ്റിറ്റ്യുവൻസ്? മീതെയിൻ 4 ഓപ്ഷനിലുണ്ട് അല്ലേ? അപ്പൊ അതായത് മീതെയിൻ ഈസ് എൻ ഇമ്പോർട്ടന്റ് കോൺസ്റ്റിറ്റ്യുവന്റ്. പിന്നെ ഉള്ളത് കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രിക് ഓക്സൈഡ്, ഹൈഡ്രജൻ, സൾഫർ ഡൈ ഓക്സൈഡ്. ഇപ്പൊ നൈട്രിക് ഓക്സൈഡ് 2 ഓപ്ഷനിലുണ്ട്. പിന്നെ ഉള്ളത് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, ലെറ്റ് സി ഏതാണെന്നുള്ളത്. ദാറ്റ് ഈസ് മീതെയിൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് മെയിൻ കോൺസ്റ്റിറ്റ്യുവന്റ് ബയോഗ്യാസിലെ. ഓക്കെ, സോ വേറെ കുറച്ച് പെർസെന്റേജിൽ വേറെ കമ്പോണൻസ് ഉണ്ട്, പക്ഷെ മേജർ ആയിട്ട് മീതെയിനും കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കേട്ടോ. ഇനിയുള്ളത് ഒരു അസേർഷൻ റീസണിങ് ആണ്. See, in the world as a whole, the environment has degraded during past several decades. അതിന്റെ റീസൺ എന്താണ്? The population of the world has been growing significantly. അപ്പോ ഇത് ഏതാണ്? എ കറക്റ്റ് ആണ്, 6 എന്റെ കറക്റ്റ് ആൻസർ ആണോ? അല്ല, എ കറക്റ്റ് ആണ്, 6 കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ലേ? എ കറക്റ്റ് ആണ്, 6 ഫോൾസ് ആണ്. എയും 6ഉം എ ഫോൾസ് ആണ്, 6 കറക്റ്റ്. അപ്പൊ ഈ ഓപ്ഷൻസ് സിമിലർ ആയിരിക്കും, ഇത് തന്നെ ആയിരിക്കും ABCD. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് തവണ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും അതിന്റെ എങ്ങനെയാണ് അതിന്റെ ആ ഒരു മെത്തേഡ് എന്നുള്ളത്. അപ്പൊ ഇതില് നിങ്ങൾക്ക് ഉത്തരം അറിയോ? എന്താണ് എൻവയറൺമെന്റ് ഡീഗ്രേഡ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ.
അല്ലെങ്കിൽ അതിന്റെ കറക്റ്റ് ഉത്തരം ആണോ 6? റീസണിങ് 6 ആണോ? എന്ത് തോന്നുന്നു? എല്ലാരും ടയർഡായോ? 9 മണിയായല്ലേ? വിശക്കുന്നുണ്ടോ? ഓ, അപ്പോ ഇതിന്റെ ഉത്തരം എടോ എന്റെ നെറ്റ് കണക്ഷൻ ഇച്ചിരി പ്രശ്നമാണേ. ഓക്കെ, ആൻസർ ഏതാണ്? ബി ആണ്. ഓപ്ഷൻ ബി ആണ്. ബിയിൽ എന്താണ് പറഞ്ഞേക്കുന്നത്? എ ഇസ് കറക്റ്റ്, ആർ ഇസ് കറക്റ്റ്. പക്ഷെ ആറ് ഇറ്റ്സ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്നാണ് പറഞ്ഞേക്കുന്നത്. മനസ്സിലായില്ലേ? അതായത് പോപ്പുലേഷൻ ഓഫ് ദ വേൾഡ് കൂടുന്നത് കൊണ്ടാണ് എൻവയൺമെന്റ് പല ഡെക്കേഡുകളായിട്ട് ഡീഗ്രേഡ് ആവുന്നത് എന്ന് മാത്രമല്ല കാരണം, വേറെ പല കാരണങ്ങളും ഉണ്ട് അല്ലെ? പോപ്പുലേഷൻ മാത്രമല്ല എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് എ കറക്റ്റ് ആണ്, ആറ് കറക്റ്റ് ആണ്. പക്ഷേ ആർ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? പോപ്പുലേഷൻ മാത്രം അല്ല, ബാക്കി വേറെ പല ഫാക്ടേഴ്സും അതിൽ പ്ലേ ചെയ്യുന്നുണ്ട് അല്ലെ? അതുകൊണ്ടാണ് അതിനെ പറയുന്നത്. പോപ്പുലേഷൻ ആണ് ഡയറക്റ്റ്, പക്ഷെ ഡയറക്റ്റിന്റെ കൂടെ കുറച്ച് ഇൻഡയറക്റ്റ് കാര്യങ്ങൾ ഉണ്ടല്ലോ. സോ യു സേ ദാറ്റ് ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. ഒരു ക്വസ്റ്റിനും കൂടെ നമുക്ക് നോക്കാം. 9 o'clock ആയി. ക്ലൈമറ്റ് ചേഞ്ച് ഹാസ് ഇംപ്ലിക്കേഷൻസ് ഫോർ വാട്ട് ഓൾ കോമ്പിനേഷൻ? സോയിൽ മോയ്സ്ചർ, ഫോറസ്റ്റ് ഫയർ, ബയോഡൈവേഴ്സിറ്റി, ഗ്രൗണ്ട് വാട്ടർ. ഏതൊക്കെയാണ്? 1 and 3 ആണോ? 1, 2 and 3 ആണോ? 1, 3 and 4 ആണോ? 1, 2, 3 and 4 ആണോ? അല്ല, ഇറ്റ് ഹാസ് ഇംപ്ലിക്കേഷൻ ഫോർ ഓൾമോസ്റ്റ് ഓൾ ദ ഫാക്ടർ. സോയിൽ മോയ്സ്ചറിനെ എഫക്ട് ചെയ്യും, ഫോറസ്റ്റ് ഫയർ ഉണ്ടാക്കും, ബയോഡൈവേഴ്സിറ്റി എഫക്ട് ചെയ്യും, ഗ്രൗണ്ട് വാട്ടറിനെ എഫക്ട് ചെയ്യും. സോ ഓപ്ഷൻ ഇസ് 1, 2, 3 and 4. ഇനി ഈ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റേർഡ് എവിടെയാണെന്നറിയോ? വിച്ച് ഇസ് ഫൗണ്ട് ഇൻ വിച്ച് ഏരിയ ഈസ് ദ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റേർഡ് ഈസ് ഫൗണ്ട്? താർ ഡെസേർട്ട് ഓഫ് രാജസ്ഥാൻ, കോസ്റ്റൽ റീജൻസ്, മലബാർ കോസ്റ്റ് ആണോ, ഡെൽറ്റ റീജൻസ് ആണോ? അപ്പം കോസ്റ്റൽ റീജൻസിലും മലബാർ കോസ്റ്റിലും നമുക്ക് ഇല്ലാന്നറിയാം. ഇനിയുള്ളത് ഡെസേർട്ടിലാണോ, ഡെൽറ്റ റീജൻസിലാണോ? ഇറ്റ് ഈസ് ആക്ച്വലി ഫൗണ്ട് ഇൻ ദ താർ ഡെസേർട്ട് ഓഫ് രാജസ്ഥാൻ, ദ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റേർഡ്. അണ്ടർസ്റ്റുഡ്? പിന്നെ സാഗർമന്ഥൻ നാഷണൽ പാർക്ക് ഓർ സാഗർമാത നാഷണൽ പാർക്ക് ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ് ടു പ്രിസർവ് ദി ഇക്കോസിസ്റ്റം ഓഫ് വിച്ച് മൗണ്ടൻ പീക്ക്? അപ്പൊ ഇതേപോലെ നാഷണൽ പാർക്സും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ജോഗ്രഫിയിൽ പിന്നെ വരുന്നതാണ് കൂടുതലും. നാഷണൽ പാർക്സ്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, പിന്നെ എന്താണ് ബയോസ്ഫിയർ റിസർവ്സ്, ഇതെല്ലാം ഒന്ന് നിങ്ങൾ നോക്കിയിട്ട് പോവാ. ഇപ്പൊ ഈ സാഗർമന്ഥൻ നാഷണൽ പാർക്ക് മൗണ്ട് എവറസ്റ്റിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, മൗണ്ട് എവറസ്റ്റിലുള്ള ഒരു national park ആണ്. It is actually the objective is to preserve the ecosystem of the mountain peak of Mount Everest. Then next is maximum soot is released from which vehicles? Petrol vehicles ലാണോ, CNG vehicles ലാണോ, ഡീസൽ വെഹിക്കിൾസിനാണോ, തെർമൽ പവർ പ്ലാന്റ്സിൽ നിന്നാണോ? മാക്സിമം സൂട്ട്. അപ്പം അതറിയാം നമുക്ക്, തെർമൽ പവർ പ്ലാന്റ്സിൽ നിന്നാണ് കൂടുതലും സൂട്ട് ഉണ്ടാവുന്നത്. മാക്സിമം സൂട്ട് ഇസ് റിലീസ്ഡ് ഫ്രം തെർമൽ പവർ പ്ലാന്റ്സ്. പിന്നെ സർഫസ് ഓസോൺ ഇസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം, അതും നമ്മൾ കുറച്ച് മുമ്പ് പിന്നെ ഡിസ്കസ് ചെയ്തു. സർഫസ് ഓസോൺ ട്രാൻസ്പോർട്ട് സെക്ടർ ആണോ, സിമെന്റ് പ്ലാന്റ്സ് ആണോ, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ആണോ, കെമിക്കൽ ഇൻഡസ്ട്രി ആണോ? ഇറ്റ് ഈസ് ആക്ച്വലി റിലീസ്ഡ് ഫ്രം ട്രാൻസ്പോർട്ട് സെക്ടേഴ്സ്. ഓക്കെ, സർഫസ് ഓസോൺ. Then, which of the following non-conventional energy sources can be exploited most economically? Non-conventional in the sense renewable, അല്ലെ? Renewable energy sources. മോസ്റ്റ് എക്കണോമിക് ആയിട്ട് നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്നത് ഏത് ആണ്? സോളാർ ആണോ, വിൻഡ് ആണോ, ജിയോ തെർമൽ ആണോ, ഓഷൻ തെർമൽ എനർജി കൺവേർഷൻ ആണോ? ഇറ്റ് ഇസ് ആക്ച്വലി സോളാർ. ഓക്കെ, solar energy is the most non-conventional energy resource which we can actually exploit economically. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാന്ന് തോന്നണോ അല്ലേ? ഓരോരുത്തരായിട്ട് പോയി തുടങ്ങി. പാർട്ടിസിപ്പൻസ് 4 ആയി. ഓക്കെ, സോ താങ്ക് യു. ഇന്നത്തെ ക്ലാസ് ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ്. ഓക്കെ, സോ ലെറ്റ്സ് വൈൻഡ് അപ്പ്.
താങ്ക് യു ഓൾ. താങ്ക് യു.